बसेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति। ഓം ശാന്തി ഓം ശാന്തി. എട്ട് 2:22 പ്രഭാത മുരളി. ഇന്ന് ബാബ പറയുകയാണ്, മീട്ടെ ബച്ചേ एक बाप ही है जिसकी अवरम अपार महिमा है, बाप जैसी महिमा और किसी की भी हो नहीं सकती. മധുരമായ കുട്ടികളെ, ഒരു ബാബയ്ക്ക് മാത്രമാണ് അവരം അപാര മഹിമയുള്ളത്. ബാബയ്ക്കുള്ള മഹിമ വേറെ ആർക്കും തന്നെ ഉണ്ടാവുകയില്ല. അതായത് ഈ സൃഷ്ടിയിൽ ബാബ പറയുകയാണ്, ഏറ്റവും കൂടുതൽ മഹിമ അവരം അപാരമായ മഹിമയുള്ളത് ബാബയ്ക്ക് മാത്രമാണ്. അതുപോലുള്ള മഹിമ വേറെ ആർക്കും ഇല്ല. ചോദ്യം, തും ബच्चों को इस पढ़ाई का बहुत बहुत कदर होना चाहिए क्यों? കുട്ടികള് ഈ പഠിത്തത്തില് വളരെ വലിയ ആദരവ് കൊടുക്കണം. ഈ പഠിത്തത്തിന് എന്തുകൊണ്ടാണ്? ഉത്തരം, क्योंकि सारे कल्प में एक ही बार बाप परमधाम से पढ़ाने के लिए आते. എന്തുകൊണ്ടെന്നാൽ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ബാബ പരംധാമത്തിൽ നിന്നും പഠിപ്പിക്കാനായിട്ട് വരുന്നത്. മനുഷ്യ പഠനെ के लिए भारत से विदेश में जाते यह कोई बड़ी बात. മനുഷ്യരെ പഠിക്കുന്നതിന് വേണ്ടി ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്കൊക്കെ പോകാറുണ്ട്. ബാബ പറയാണ്, ഇത് വലിയ കാര്യമൊന്നുമല്ല. യഹം തോ പഠാനെ വാല കിതനി ദൂർ സെ ആതാ ഹി. ഇവിടെയാണെങ്കിൽ പഠിപ്പിക്കുന്ന ആള് എത്ര ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. तो बच्चों को पढ़ाई का बहुत कदर होना चाहिए. അതുകൊണ്ട് കുട്ടികളുടെ പഠിത്തത്തിന് വലിയ ആദരവ് കാണിക്കും. थोड़ी दिक्कत भी हो तो हर्ज नहीं. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പഠിക്കാൻ വരാൻ, പുള്ളിയേക്കാൻ വരാൻ സ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. तुम्हारे स्कूल गली गली में बनने चाहिए, नहीं तो इतने सब पढ़ेंगे कैसे. ബാബ പറയാണ്, നിങ്ങളുടെ സ്കൂള് തെരുവ് വേണം, അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെ പഠിക്കും. ബാബക്ക പരിചയത്തോ സബ്കോ മിൽനാ ഹി चाहिए. ബാബയുടെ പരിചയം തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും. അപ്പൊ ബാബ എന്താണ് പറഞ്ഞത്? അവരം അപാര മഹിമ ബാബയ്ക്ക് മാത്രമുള്ളൂ. കാരണം എന്താണ്? ബാബ പരംധാമത്തിൽ നിന്നും കൽപ്പത്തിൽ ഒരിക്കൽ വന്നിട്ട് പതിതമായ ഈ ലോകത്തെ സകല ആത്മാക്കളെയും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കും. ബൈബിളിൽ പറയാണ് പുനരുദ്ധാരണത്തിന്റെ നാള് വരും. ഗീതയിൽ പറയാണ് പുനഃസ്ഥാപനം നടക്കും. അപ്പൊ ബാക്കി എല്ലാവർക്കും മഹിമ വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഫസ്റ്റ് ബർത്തിലെ മഹിമയുള്ളൂ. ബുദ്ധനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ക്രിസ്തുവിനായിക്കോട്ടെ, ഫസ്റ്റ് ബർത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം താഴേക്ക്.
അപ്പൊ ഈ താഴേക്ക് പോയവരെല്ലാവരെയും അവരുടെ അടുത്ത കൽപ്പത്തിൽ ഫസ്റ്റ് ബർത്തിൽ വരാൻ യോഗ്യനാക്കുന്നത് ആരാണ്? ശിവബാബയാണ്. ബാക്കി എല്ലാവരും അവരവരുടെ ഡ്രാമയിലെ പാർട്ടേ ചെയ്യുന്നുള്ളൂ. ഇന്നലെ ലതാ മങ്കേഷ്കർ മരിച്ചു, എല്ലാവരും ഭയങ്കരമായിരുന്നു. അതൊക്കെ നല്ല കാര്യം. പക്ഷെ നമ്മൾ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ആലോചിക്കുമ്പോൾ എന്താണ്, ആ ആത്മാവില് എഴുതിയിരിക്കുന്ന പാട്ടുകളാണ് പാടിയത്. അത് ആരാ എഴുതിയത്? അവരല്ല എഴുതിയത്. അവരുടെ ആത്മാവിനുണ്ടാക്കിയത് അവരല്ല. പക്ഷെ നമ്മൾ ഈ ദേഹത്തെ കണ്ടിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ജ്ഞാനം മനസ്സിലാക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ലോകത്ത് ആരും യഥാർത്ഥത്തിൽ മഹിമയ്ക്ക് യോഗ്യതൊന്നുമല്ല. അല്ലെങ്കിൽ എല്ലാവരും മഹിമയ്ക്ക് യോഗ്യരാണ്. എല്ലാവരും അവരവരുടെ പാട്ട് അഭിനയിച്ച് അങ്ങ് പോകാം. പിന്നെ ബാബ ചിലപ്പോൾ പറയാറില്ല, എനിക്ക് മഹിമയ്ക്ക് യോഗ്യതയൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഞാനും ഡ്രാമ അനുസരിച്ചാണ് ചെയ്യുന്നത്. എന്റെ പാട്ട് നിശ്ചയിച്ചത് ഡ്രാമയാണ്. അപ്പൊ ബാബ കൽപ്പാവസാനം എല്ലാവരെയും ഉയർത്തിയെടുക്കുന്നത് കൊണ്ട് ബാബ പറയണു, എനിക്ക് മാത്രമേ മഹിമയോ. അതെങ്ങനെ ബാബ ഉയർത്തിയെടുക്കുന്നത്? പഠിപ്പിച്ച്, ബ്രാഹ്മണരെ പഠിപ്പിച്ച് പവിത്രമാക്കി ലോകത്ത് ഉയർത്താം. അപ്പൊ അതിനു വേണ്ടി കൽപ്പത്തിൽ ഒരിക്കലേ ബാബ ഭൂമിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ബാബ പറയാണ്, ഈ പഠിത്തത്തിനോട് എത്ര ആദരവുണ്ടായിരിക്കണം. ഇതെന്തുകൊണ്ട് സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നു? ബാബ പറഞ്ഞു, നമ്മൾ ഇത്തിരി സാധാരണക്കാരായതുകൊണ്ടാണ്. അപ്പൊ ബാബ പറയണം, അതുകൊണ്ട് ഈ മുരളിയോട് അനാദരവ് കാണിക്കും. പിന്നെ ബാബ പറയുന്നത്, ചിലപ്പോൾ സ്വല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ട് വരും. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാ ബാബ പറയുന്നത്, എല്ലാ തെരുവുകളിലും പാഠശാലകൾ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്ട് വരാമല്ലോ. എന്തായാലും എല്ലാവർക്കും ബാബയുടെ പരിചയം കിട്ടിയേ മതിയാകൂ. ഓം ശാന്തി. മീട്ടെ മീട്ടെ ബച്ചെ കാത്തേ ഹെ യഹ് കോൻ ഹെ. മധുരമായ കുട്ടികൾ പറയുകയാണ്, ഇതാരാണ്? യഹ് കൊയ് സാധു സന്യാസി മനുഷ്യത്വ നഹി. ബാബ പറയാണ്, ഈ മുരളി പറയുന്നത് പരമാത്മാവാണ്. ഇത് സാധുവല്ല, സന്യാസിയല്ല, മനുഷ്യനുമല്ല. അസുരന്മാരെ കൊല്ലാനുള്ള വരം കിട്ടുന്ന ആർക്കാ? അസുരന്മാരെ അവർക്കൊരു വരം കൊടുക്കും, നിങ്ങളെ മനുഷ്യരും കൊല്ലൂല, ദേവതകളും കൊല്ലൂല. ദൈവം ദേവതയല്ല, മനുഷ്യനുമല്ല. അപ്പൊ ദൈവത്തിന് മാത്രമേ അസുരന്മാരെ കൊല്ലാൻ പറ്റൂ. ഇത് രാത്രി കൊല്ലാൻ പാടില്ല, പകലും കൊല്ലാൻ പാടില്ല. ഈ സംഗമയുഗം രാത്രിയല്ല, പകലുമല്ല. അകത്തും കൊല്ലരുത്, പുറത്തും കൊല്ലരുത്. അതായത് ഇത് അകത്തുമല്ല പുറത്തും അല്ലാത്തൊരു സ്ഥലത്തിട്ടാണ് അല്ലെ ഈ സംഗമയുഗം. അപ്പൊ ഈ സംഗമയുഗത്തിലാണ് പരമാത്മാവ് വന്നിട്ട് ഇതെല്ലാം ചെയ്യും. അപ്പൊ ബാബ പറയുന്നത് മനുഷ്യനോ സാധു സന്യാസിനുമല്ല, ഏകത്തോ ആ ഒരു ചീസ്. ഇത് വേറൊരു സാധനമാണ്. മനുഷ്യത്തോ ചട്ട് പഹജനിലെ ഫലാന സാധു സന്യാസി ഹേ നാം ലേക്കർ കഹേങ്കെ ഫലാന മഹാത്മാ. മനുഷ്യരെ ആളുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈ ശരീരത്തിന്റെ പേരും രൂപം കണ്ടിട്ടാണ്. ഇന്ന സന്യാസിയാണ്, സദ്ഗുരുവാണ്, പിന്നെ രവിശങ്കറാണ്. ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ദേഹത്തിന്റെ നാമരൂപം. ഏക സർവ് ബച്ചേ ജൻ. എന്നാൽ ഈ പരമാത്മാവിനെ തിരിച്ചറിയുന്ന കുട്ടികൾ മാത്രമാണ്. ബച്ച കഹ ജാത്ത ഹെ ആത്മാവ്. ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ തങ്കമണിയുമില്ല, ലൈലയില്ല, ആരുമില്ല, ലീലയില്ല, ആരുമില്ല. കുട്ടികൾ ആരാണ്? ബാബയ്ക്ക് കുട്ടികൾ ആരാണ്? ആത്മാക്കളാണ്. അപ്പോൾ അച്ഛനും മനുഷ്യനല്ല, അച്ഛനും പരമാത്മാവാണ്. ഓർഗൻസ് ദ്വാര ജനത്തെ. പക്ഷെ ശരീരമുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റും. അഗർ ആത്മാ ന ഹോത്തോ യഹ് ആംഗേ കാംന കർ സകെ. ആത്മാവില്ലെങ്കിൽ കണ്ണ് കാണില്ല. കണ്ണ് കണ്ടിട്ടാണ് പറയുന്നത് ഇന്നാളെന്ന്. അപ്പൊ കണ്ണാണ് കാണുന്നത്, അത് ആത്മാവാണ് കാണുന്നത് കണ്ണിലൂടെ. സബ് കുച്ച് ആത്മാഹി ജാനത്തെ ഹേ. എല്ലാം എന്താണ്? അറിയാണ്. ആത്മാവ് അറിയാണ്. കണ്ണിൽ കൂടി കാണുമ്പോൾ അത് ഇന്നാളാണെന്ന് അറിയാണ്. ഈ അറിവ് എവിടെ ഇരിപ്പുണ്ട്? ഈ അറിവ് ആത്മാവിൽ ഇരിപ്പുണ്ട്. ആത്മാവിൽ ഇപ്പൊ ഒരാൾ കയറി വരാണ്, ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല, നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ആരാ വരുന്നത്. കാരണം നമ്മുടെ ആത്മാവിന് അറിവില്ല ആളെ കുറിച്ച്. പിന്നെ പരിചയപ്പെട്ടു, ഓ ഇന്ന ആളാണ്. പരിചയപ്പെട്ടപ്പോൾ അറിവായി, പിന്നെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയും. അപ്പോൾ അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അറിവ് എവിടെയാണ് ഇരിക്കുന്നത്? ആത്മാവിലാണ്. കണ്ണൊരു ഉപകരണം മാത്രമാണ്. അഭിത്വം ബച്ചുംകോ ആത്മാ അഭിമാനി ബനായ ജാതി. ഇപ്പോൾ ബാബ നമ്മളെ ആത്മാഭിമാനിയാക്കാണ്. ആത്മാഭിമാനിയാകുമ്പോൾ ലതാ മങ്കേഷ്കർ ഒരു ആത്മാവാണ്, മോദി ഒരാത്മാവാണ്, എല്ലാവരും ആത്മാക്കളാണ്. ആത്മാവ് അവരൊരു പാട്ട് അഭിനയിച്ചിട്ട് പോകാം. അവരുടെ ഹരിദ്ര മഹിമ എന്താ? എല്ലാം കണ്ടുകൊണ്ടിരിക്കണം സാക്ഷികൾ. തീരെ ഒരാൾ മോശം, അവരുടെ അയാളും പാട്ട് അഭിനയിക്കും. വലിയ ഉയർന്ന പാട്ട്, അവരും പാട്ട് അഭിനയിക്കും. അല്ലെ? സത്യത്തിൽ അതുകൊണ്ട് എന്താണ്? സമഭാവമായിരിക്കും. അവിടെ എല്ലാവരും ഒരേ ഭാവത, എല്ലാവരും സഹോദരങ്ങളും, എല്ലാവരും ആത്മാവിനെ കാണുന്നു. ആത്മാവ് വരുന്നു, അതിന്റെ പാട്ട് അഭിനയിക്കുന്നു, പോകും. അതിത്ര മഹിമയുടെ കാര്യമൊന്നുമില്ല. മഹിമയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? മഹിമയും ചെയ്യാൻ പാടില്ല, അപമാനവും ചെയ്യാൻ പാടില്ല. ആത്മാ കാദ്ദേഹെ ഇൻ കർമ്മേന്ദ്രിയം സെ ഫലാന കർത്തവ്യ കർത്ത. ആത്മാവാണ് പറയുന്നത്, ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഇന്ന കർത്തവ്യം ചെയ്യുന്നു, ഇന്നയാൾ കർത്തവ്യം ചെയ്യുന്നു. വാസ്തവമേ ആത്മാക്കോ മേൽ കഹാജാത്ത ഫീൽനെ. വാസ്തവത്തിൽ ആത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കൂ, സ്ത്രീ എന്ന് വിളിക്കില്ല. മേൽ ഹേ ക്യോങ്കി ഹം സബ് ഭായി ഭായി ഹേ. എല്ലാം ആത്മാക്കളും പുരുഷനാണ്. അല്ലെ? പ്രകൃതിയാണ് വാസ്തവത്തിൽ സ്ത്രീ ഭാവത്തിൽ പറയുന്നത്. ആത്മാവ് പുരുഷനാണ്. പുരിയുടെ അധിപൻ പുരുഷൻ, ആത്മാവ്. സ്ത്രീ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവും പുരുഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാര് അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം?
ഷർട്ട് ഊരണം. പുരുഷൻ, അവിടെ പുരുഷൻ എന്ന് ഉദ്ദേശിക്കുന്ന സ്ത്രീയും പുരുഷനും അല്ല, ആത്മാവ് ദേഹമാകുന്ന വസ്ത്രം ഊരണം. ഭക്തിമാർഗത്തിൽ വന്നപ്പോ എന്ത് തോന്നി? പുരുഷൻ, എന്നാ പിന്നെ സ്ത്രീകൾ ഊരണ്ടേ? പുരുഷൻ ഊരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവ് ദേഹമാകുന്ന വസ്ത്രം ഊരിയാലേ അമ്പലത്തിൽ ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ബാബ പറയാണ്, പുരുഷനായതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അഭിത്വം നൈബാത്യം സുനത്തേഹു, ഇപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ കേൾക്കാണ്. യഹ് കോനായ, ഇതൊക്കെ പഠിപ്പിക്കാൻ ആരെ വന്നിരിക്കുന്നത്? ഉൻകാ കൊയ് അപ്പന മനുഷ്യക്കാ രൂപനായി, ഈ വന്ന ആൾക്ക് മനുഷ്യരൂപമില്ല, ഒരു മനുഷ്യരൂപവും ഇല്ലാത്ത ആളാണ്. തും ജാനത്തെ ഹോ ബേഹദ് കാ ബാബ ഹേ ശിവ് ബാബ ജോ ഇൻകെ ദ്വാരാ സമച്ചാത്തെ ഹെ. നമുക്കറിയാം പരിധിയില്ലാത്ത ബാബ ശിവ് ബാബ ബ്രഹ്മബാബയിലൂടെ പഠിപ്പിക്കും. ബ്രഹ്മബാബ മനുഷ്യനാണ്, പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രഹ്മബാബയുടെ ആത്മാവില്ല, നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രഹ്മാവിന്റെ ശരീരം ആധാരമെടുത്ത് ശിവബാബയാണ്. തുമാരി ബുദ്ധി സമച്ചിതേ ഹെ യഹ് ഹമാര ബേഹദ് കാ ബാബ ഹെ, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് നമ്മുടെ പരിധിയില്ലാത്ത അച്ഛനാണ്. വഹ് ശരീർ ദ്വാര ഹംകോ അപ്പന വർസാദ്യത്തെ, ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ ഇരുന്ന് നമുക്ക് സമ്പത്ത് നൽകാണ്. രാജു സിഗലാത്തെ, ജ്ഞാനമാണ് സമ്പത്ത്, ജ്ഞാനത്തിലൂടെയാണ് ബാക്കി ഭൗതിക സമ്പത്ത് വരുന്നത്. സത്യത്തിൽ നമുക്ക് പദവിയുടെ ആധാരം എന്താണ്? ഇപ്പോഴത്തെ നമുക്ക് എത്രത്തോളം ജ്ഞാനം എടുത്തു പരിവർത്തനം കൊണ്ടുവന്നു, അതിന്റെ ആധാരത്തിലാണ് സമ്പത്ത് കിട്ടുന്നത്. സബുക്ക ബാബ, ഇത് എല്ലാവരുടെയും അച്ഛനാണ് അല്ലെ? ബാബ പറയാണ് അവിടെ എല്ലാവരും ഉണ്ട്, ജോലിക്കാര് ദാസദാസികളെല്ലാം, എല്ലാവരും എന്റെ കുട്ടികളുണ്ട്. ഈ ലോകത്തുള്ള സകല ആത്മാക്കളും പരമാത്മാവിന്റെ കുട്ടികൾ. അതുകൊണ്ടാണ് പരിധിയില്ലാത്ത അച്ഛനാണ്. സർവ്വകാ പതിത പാവന സർവ്വ മനുഷ്യക്കാനഹിം പാഞ്ചതത്വം കാബിഹി, എല്ലാവരുടെയും പതിത പാവനനാണ്, മനുഷ്യരുടെ മാത്രമല്ല ഈ പ്രകൃതിയെയും ഈശ്വരൻ എന്ത് ചെയ്യാണ്? പാവനമാക്കണം. പഞ്ചതത്വങ്ങള്, ബ്രഹ്മതത്വത്തെ പാവനമാക്കണം. ശിഷ്യ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബായിക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ബ്രഹ്മതത്വത്തെ പാവനമാക്കണം എന്ന ലൈല അത് ചോദിക്കും. ബ്രഹ്മതത്വത്തെ പാവനമാക്കണം. ബാബ എപ്പോഴും പറയുന്നത് എന്താ? പഞ്ചതത്വങ്ങളെയും ഞാൻ പവിത്രമാക്കണം. അതെന്ന് ലൈല സിസ്റ്ററിന് പറയട്ടെ. ബ്രഹ്മതത്വത്തെ പാവനമാക്കണം. എന്താ എന്തെങ്കിലുമൊക്കെ പറയും. സന്തോഷ് ഭായി എന്തോ ബ്രഹ്മതത്വം സദാ പവിത്രമല്ലേ? അത് പവിത്ര തത്വമല്ലേ? അല്ലെ? ഈ അപവിത്രമാവുന്നതിനെ ചലനത്തിൽ കൂടെയാണ്, സദോ രജോ തമോയിൽ കൂടെ പോകുമ്പോഴാണ് പതിതമാവുന്നത്. ബ്രഹ്മം നമ്മൾ ഭക്തിയിൽ പോലെ എന്താ പറയുന്നത്? ത്രിഗുണാതീതം, ഇത് ത്രിഗുണമയം, അത് ത്രിഗുണാതീതം. അതുകൊണ്ടാണ് ഈശ്വരന് ഗുണമില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പറഞ്ഞു. ഗുണമില്ല എന്നുള്ളതല്ല, ഈ ത്രിഗുണങ്ങൾക്കും അതീതമാണ് ബ്രഹ്മവും പരമാത്മാവും. അപ്പൊ ബാബ പറയണു, ഞാൻ പഞ്ചതത്വങ്ങളെ പോലും പവിത്രമാക്കുന്നു. സർവ്വകീ സദ്ഗതി കർണേ വാലാഹി ഊഞ്ചിത്തെ ഊഞ്ച് ബാബ, എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാവരും നമ്മൾ പറയല്ലേ പ്രകൃതിയുടെ പതിയാണ്, പ്രകൃതി ഉണ്ടാക്കിയത് കൊണ്ടല്ല. ആത്മാക്കളുടെ പതിയാണ്, ആത്മാക്കളെ ഉണ്ടാക്കിയത് കൊണ്ടല്ല, അല്ലെ? ആത്മാവിനെ ഉദ്ധരിച്ചെടുത്തത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഭാരതത്തെ ഉണ്ടാക്കിയത് ഇല്ല, ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ച് തന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രപിതാവ്. അപ്പോൾ ഈശ്വരൻ പ്രകൃതിയുടെയും എല്ലാ ആത്മാക്കളുടെയും പതിയാണ്, അച്ഛനാണ്. സൃഷ്ടിയുമേ മഹിമ കർണേ ലായക്ക് ഹേതു ഏക് ബാപ്പി ഹി ദൂസര നഹി, അതുകൊണ്ട് ഈ സൃഷ്ടിയിൽ ആരുടെയെങ്കിലും മഹിമ പറയണമെങ്കിൽ ബാബ എപ്പോഴും പറയാറുണ്ട്, എന്റെ മഹിമ പാടേണ്ട കാര്യമില്ല, ഞാൻ എന്റെ പാട്ടുള്ളത് ചെയ്യാം, വേറെ ആരുമല്ല. മഹിമ പാടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മഹിമ കുറഞ്ഞവരാകും. ബാബയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എന്റെ കുട്ടികൾ മഹിമ കുറഞ്ഞവരാകും. എല്ലാവരും മഹിമയാണ്, എല്ലാവരും ആദരിച്ചു. ന ബ്രഹ്മ വിഷ്ണു ശങ്കർക്ക് മഹിമ കർ സക്തി, ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരുടെ പോലും മഹിമ ചെയ്യാൻ പറ്റില്ല. ഉൻകാ ബർത്ത്ഡേ ബനാക്കർ ക്യാ കരേങ്കെ, അവരുടെ ജന്മദിനം ആഘോഷിച്ചിട്ട് എന്ത് ചെയ്യാനാ? ലക്ഷ്മി നാരായൺ ജിസ്കാ കമ്പൈൻ രൂപയ്ക്ക് വിഷ്ണു അഭി വഹ് കഹം ഹെ, വിഷ്ണുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൂജിക്കുന്നത്. അവർ അത് ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് രൂപമാണ്. ആ വിഷ്ണു ഇപ്പൊ എവിടെയുണ്ട്? ബാബർ വിഷ്ണു ഇപ്പൊ എവിടെ? ലക്ഷ്മി നാരായൺ പുനർജന്മ ലേത്തെ ലേത്തെ അഭി അന്ത്യം ജന്മഹി, ഈ ലക്ഷ്മി നാരായൺമാര് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് ഇപ്പോൾ ബ്രഹ്മാവും സരസ്വതിയായി ബാബയുടെ മുമ്പിലിരുന്ന് പഠിക്കുകയാണ്. നമ്മളെല്ലാം ദേവതകളാണ്. നമ്മൾ ജന്മങ്ങൾ എടുത്ത് ഭക്തി പറയുന്നത് എന്താ? ശിവൻ വൃദ്ധരെ പഠിപ്പിച്ചു എന്നാണ്. എത്ര വയസ്സുണ്ട് നിരമയ്ക്ക്? എത്ര വയസ്സുണ്ട്? അന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ എത്ര വയസ്സുണ്ടെന്നല്ലേ ചോദിച്ചു. 5000 വർഷം പ്രായമായി അല്ലെ? ബാബയുടെ മുമ്പിലിരുന്ന് 5000 വർഷത്തെ അനുഭവത്തിന്റെ പ്രായമുള്ളത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പ്രായമുള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, ദേ ഈ ലക്ഷ്മിനാരായൺ, നിങ്ങൾ പൂജിക്കുന്ന ലക്ഷ്മിനാരായണ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് മഹിമ? ഒരു ശിവബാബ ലായക് ബനാരഹാഹി, ശിവബാബ പഠിപ്പിച്ച് നരനെ നാരായണനാക്കി യോഗ്യനാക്കി മാറ്റും, നാരിയെ ലക്ഷ്മിയാക്കും. സർവകാ സദ്ഗതി ദാദാ വഹ് ഏക് ഹി ഹേ, എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ആ ഒരാൾ മാത്രമാണ്. മഹിമാബി ഏക് ഹി ഹേ, അതുകൊണ്ട് മഹിമയും ആ ഒരാൾക്കാണ്.
ഉസ് പതിത പാവൻ ബിഗർ ദേഖോ സൃഷ്ടി കാ ക്യാ ഹാൽ ഹോ ഗയ. ആ പതിത പാവനൻ ഇല്ലാത്തത് കൊണ്ട് ഈ സൃഷ്ടിയുടെ അവസ്ഥ എന്താണ്? എല്ലാം പതിതമായി ജീർണിച്ചു. കൃഷ്ണക്കെ ഭക്തം സെ പൂച്ചോ രാധേ കൃഷ്ണ കഹാം ഹേ തോ കഹേങ്കെ സർവ്വയ. ഈ ഭക്തിമാർഗത്തിൽ ഒരു കുഴപ്പമുണ്ട്. കൃഷ്ണന്റെ ഭക്തരോട് ചോദിക്കുക, രാധയും കൃഷ്ണക്ക് ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ, സർവ്വവ്യാപിയാണ്. പരന്തു നഹി ഹനുമാൻ കെ പൂജാരി കഹേങ്കെ ജിതർ ദേഖോ ഹനുമാൻ ഹി ഹനുമാൻ. ഇനി ഹനുമാന്റെ ഭക്തരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? എല്ലാം ഹനുമാന്മാരാണ്. രാധയ്ക്ക് പൂജാരി കഹേങ്കെ രാധാ ഹി രാധ. രാധയുടെ പൂജാരി എന്ന് പറയും, എല്ലാം രാധയാണ്. പരന്തു നഹി ബാബ പറഞ്ഞത് എല്ലാം രാധയാണ്, എല്ലാം കൃഷ്ണനാണ്. എല്ലാം കംസന്മാരാന്ന് പറഞ്ഞാൽ പിന്നെ ശരിയാണ്, എല്ലാം കൃഷ്ണ പറയും. എല്ലാം വെട്ടും കുത്തും കള്ളു കുടിച്ചും നടക്കും. ബാബ അപ്പനെ മഹിമത്വനഹ്യം കരയും. ബാബ പറഞ്ഞ കുട്ടികളെ, ഞാൻ എന്റെ മഹിമയല്ലേ പറയുന്നത്. നമ്മൾക്ക് യോഗ്യത വരണമെങ്കിൽ മഹിമയും പാടി നടക്കുകയാണെങ്കിൽ പറഞ്ഞു മഹിമയ്ക്ക് യോഗ്യരാകില്ല. മഹിമയ്ക്ക് യോഗ്യരാകണമെങ്കിൽ ആദ്യം വേണ്ടത് മഹിമ പറച്ചിൽ നിർത്തിയിട്ട് സ്വയം നമ്മൾ മഹിമയ്ക്ക് യോഗ്യരാകും. अपने पाठ से सिद्ध करते ही और कोई की महिമ ഗായി നഹി ജാ സക്തി. ബാബ തന്റെ പാട്ടിലൂടെ തെളിയിക്കുകയാണ്, ഈ എല്ലാവരും താണു കിടക്കുമ്പോൾ എല്ലാവരും ഉയർത്തിയെടുത്ത് ഞാനാണ്, എന്റെ പാട്ടിന്റെ മഹിമനെ പറയുന്നത്. ലക്ഷ്മി നാരായണ ഹി രാജായി കർത്തേ ഹി ചോട്ടേപ്പൻമേ രാധാകൃഷ്ണ ഹി. ലക്ഷ്മി നാരായണന്മാരാണ് രാജ്യം ഭരിക്കുന്നത്. അവരുടെ കുട്ടിക്കാലത്ത് അവരാരാണ്? ശ്രീരാധയും ശ്രീകൃഷ്ണനുമാണ്. വഹുത്തോഹെ പ്രാലബ്ധ. അവരെങ്ങനെ രാധാകൃഷ്ണൻ ജന്മം കിട്ടി? സംഗമയുഗത്തിലെ അവർ ചെയ്ത പുണ്യകർമ്മത്തിന്റെ പ്രാലബ്ധമാണ്. തോ എനിക്ക് മഹിമ ക്യാ കരേ. അപ്പൊ ബാബയ്ക്കാണ് പിന്നെ എന്ത് മഹിമ പറയാനാണ്? ബ്രഹ്മാക്കി ബി മഹിമ നഹി. ബ്രഹ്മാവിന് എന്ത് മഹിമ? ശിവബാബ വന്നില്ലെങ്കിൽ എത്രയോ കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ ഒരു രത്ന വ്യാപാരി, മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു, മരിച്ചുപോയത്. ശിവബാബ വന്നപ്പോഴല്ലേ ബ്രഹ്മാവായതും നമുക്ക് ബ്രഹ്മബാബയെ മനസ്സിലായതും. വിഷ്ണു കി ബി കൊയ് മഹിമ നഹി. അവർ വിഷ്ണുവിന് ഒരു മഹിമയില്ല, പിന്നെ ബ്രഹ്മാവിന് എന്ത് മഹിമ? മഹിമ തോ ഏക കി ഹേ. മഹിമ ഒരേ ഒരു പരമാത്മാവിനാണ്, ശിവബാബയ്ക്കാണ് മഹിമ. എന്തുകൊണ്ടെന്നാൽ കാരണം ബാബ തെളിയിച്ച് പറഞ്ഞു, എല്ലാവരെയും താണ അവസ്ഥയിൽ നിന്നും തമോ പ്രധാനത്തിൽ നിന്നും ഉയർത്തിയെടുത്തത് ശിവബാബയാണ്. ഉൻകോഹി പതിത പാവൻ കഹാ ജാതാ ഹി. അതുകൊണ്ട് പരമാത്മാ ശിവനെ മാത്രമേ നമ്മൾ പതിത പാവൻ എന്ന് വിളിക്കുള്ളൂ. അഭി തും ബച്ചേ ജനത്തെ ഹോ കി വിഷ്ണു കോണി. ഇപ്പോൾ കുട്ടികളായി നമുക്ക് മനസ്സിലായി വിഷ്ണു യഥാർത്ഥത്തിൽ ആരാണ്. വിഷ്ണുക്കോ സ്വദർശൻ ചക്ര സൂക്ഷ്മതൻ മേ ക്യോं ദിഖാത്തെ ഹെ. എന്തിനാണ് വിഷ്ണുവിന്റെ കയ്യിൽ സുദർശന ചക്രം കാണിച്ചിരിക്കുന്നത്? ഈ സമയത്ത് ജ്ഞാനത്തിന്റെ ചക്രം കറക്കി ഞാൻ വിഷ്ണുവായിരുന്നു, ഞാൻ നാരായണനായിരുന്നു, അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ നാരായണ പദവി വീണ്ടെടുത്തു. മനുഷ്യക്കോ ജാസ്തി പൂജ ഹോത്തി നഹി. ഇനി 4 കൈ എന്തിനാ? ബാബ പറഞ്ഞു മനുഷ്യർക്ക് കൂടുതൽ കൈയൊന്നുമില്ല. സൂക്ഷ്മവദന്മേ 4 ഭുജ ദിഖായി പ്രവർത്തി മാർഗക്കോ സിദ്ധ കരണക്കെ. അവിടെ ലക്ഷ്മി നാരായണന് തത്തുല്യമായ ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ പദവിയുണ്ട്. അപ്പൊ കൃത്യം 2 പേരും ഈക്വലാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണൻ അവിടെ 4 കൈ. ഈ സ്ത്രീയും പുരുഷനും ഇല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭം എന്താണ്? ഗൃഹസ്ഥമാണ്. പകുതിക്ക് ശേഷമാണ് സന്യാസം വന്നത്. അപ്പൊ ബാബ പറയാണ് ഗൃഹസ്ഥത്തിൽ പവിത്രമായി ഗൃഹസ്ഥത്തെ ആശ്രമമാക്കി മാറ്റണം. അപ്പൊ അതിനാണ് 4 കൈ കാണിച്ചേക്കണേ. ബാബ കാത്തെ മീട്ടെ ബച്ചി അപ്പൊ തും ജാൻ ഗയേ ഹോ 84 ജന്മ കൈസേ ലേത്തെ ഹി. ബാബ പറയാണ് മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. തുമാര ഗൃഹസ്ഥ വ്യവഹാർ പവിത്ര ഥ. നമ്മുടെ ഗൃഹസ്ഥ വ്യവഹാരം പവിത്രമായിരുന്നു, സമ്പൂർണ്ണ പവിത്രം. ആത്മാഭിമാനികളായിരുന്നു, കാമക്രോധാദികളില്ലായിരുന്നു. ഒരു വീടും അല്ലെങ്കിൽ ഒരു ലക്ഷ്മി നാരായണനല്ല, ആ സമൂഹം മുഴുവൻ പവിത്രമായിരുന്നു. അത് ബുദ്ധന് ചിന്തിക്കാൻ പറ്റും? ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും ഉയർന്നവരായിരുന്നു ഭാരതീയർ. മന്ദിരമേൻ ജാക്കർ ഗാത്തേഹേന സർവഗുണ സമ്പന്നത്തും മാതാപിത അപ്പൊ യഗമ മഹിമ ഫിർ റോങ് ഹോ ജാതി. അമ്പലങ്ങളിൽ പോയി പാടാറില്ലേ സർവഗുണ സമ്പന്നരെ, അല്ലെ? മര്യാദ പുരുഷോത്തമർ എന്നൊക്കെ ദേവതകളെ കുറിച്ച് പാടും. പിന്നെ ഒരു വരി കൂടി പാടാറുണ്ട്, നീ ഞങ്ങളുടെ അച്ഛനാണ് അമ്മയും. ബാബ പറഞ്ഞു അത് തെറ്റാണ്. കാരണം ഒരു ദേവതയും നമ്മുടെ അച്ഛനും അമ്മയുമല്ല. ഏക മഹിമഹേ സർവ് ഏകക്ക്. അത് ഈശ്വരന്റെ മഹിമയാണ്. നീ ഞങ്ങളുടെ മാതാപിതാവ് എന്ന് പറയുന്നത് ഈശ്വരന്റെ മഹിമയാണ്. നാരായണനെ അവിടെ അമ്മ എന്ന് വിളിക്കൂ. നാരായണന്റെ കുട്ടി അമ്മ എന്ന് വിളിക്കില്ല, അച്ഛന്ന് വിളിക്കൂ. ലക്ഷ്മി അമ്മ എന്ന് വിളിക്കൂ. ഭക്തിമാർഗത്തിൽ നാരായണൻ എന്ന് വിളിക്കും, നമ്മള് അമ്മ എന്ന് വിളിക്കും, അല്ലെ? അമ്മയെ നാരായണൻ എന്ന് വിളിക്കും. അപ്പൊ ഈ സമയത്ത് ബ്രഹ്മബാബ അല്ലെങ്കിൽ നാരായണന്റെ ആത്മാവ് നമുക്ക് അമ്മയാ. അപ്പൊ ബാബ പറയണ അവിടെ പോയിട്ട് മാതാപിതാവ് എന്ന് വിളിക്കുന്നത് ശരിയല്ല, അല്ലെ? ഒരാളെ കയറി മാതാപിതാവ് എന്ന് വിളിക്കും. ഭക്തര് വന്ന് ഹനുമാനും അയ്യപ്പനെയൊക്കെ മാതാപിതാവ് എന്ന് വിളിക്കും. അവര് കല്യാണം കഴിച്ചു എന്നാലും പറയും മാതാപിതാവ്. ബാബ പറഞ്ഞു ആ മഹിമ പരമാത്മാവിനെ പാടുള്ളൂ, ദേവതകളുടേതല്ല. ജോ കുച്ച് മഹിമ സോ ഏക. എന്ത് മഹിമ ഭക്തിമാർഗത്തിലുണ്ടോ അതെല്ലാം ഒരു പരമാത്മാവിൻ്റെതാണ്. വാഹുഹേ പരംപിത പരമാത്മ. അത് പരംപിത പരമാത്മാവാണ്. പരം ബാബ്, പരം ടീച്ചർ, പരം സദ്ഗുരു, അകാൽ കഹത്തേഹേന പറയാറുണ്ട്. പരം ബാബ്, പരം ടീച്ചർ, പരം സദ്ഗുരു അകാലനാണെന്ന് പറയും.
ഉൻകോ യാദ് കർത്തെ വഹി അകാലമൂർത്തി. എല്ലാവരും ഈശ്വര എന്ന് വിളിക്കുന്നത് ആ ഒരാളെയാണ്. പക്ഷെ ബാബ പറയുന്നു അകാലമൂർത്തനാണ്, കാലനെ പിടിക്കാൻ പറ്റുന്ന ഒരു രൂപമൊന്നുമില്ല. ശിവബാബക്കോ ബായിൽപ്പർ ദിഖാർ. പിന്നെ ഈ ശങ്കരൻ അല്ലെങ്കിൽ ശിവനെ കാളപ്പുറത്ത് കാണിക്കാറ്. വഹുബർ അകാല തക്ത് ദിഖാർ. പഞ്ചാബിലാണെങ്കിൽ അവര് അകാല സിംഹാസനത്തിലാണ് കാണിക്കുന്നത്. അബ് യഹ്തോ കൊയ്ക്കോ പദനഹിം ശിവബാബ ക്യാ. എന്നാൽ ആർക്കും തന്നെ അറിയില്ല ഈ ശിവബാബ എന്തുകൊണ്ടാണ് കാളയെ കാണിക്കുന്നത്? നമ്മളെല്ലാം ഗോക്കളാണ്. ഗോ എന്ന് വെച്ചാൽ ജീവാത്മാവാണ്. ഗോവിന്റെ പതി ആരാ? പശുവിന്റെ ഭർത്താവ് ആരാ? അത് പറഞ്ഞു. കാള. ബ്രഹ്മാവാ. ബ്രഹ്മാവിന്റെ പതി ആരാ? ശിവനാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ശിവക്ഷേത്രത്തിന് മുമ്പിൽ എന്തിനാ കാണിക്കും? കാളയെ കാണിക്കും അല്ലെ? അതാണ് പശുപതി നാഥ. പശുവിന്റെ പതിയുടെ നാഥനാണ് ശിവൻ. അപ്പൊ ബാബ പറയണു ഞാൻ അല്ലാണ്ട് കാളയിൽ നിന്നും വരും. അവർ ഞാൻ കാളയിൽ വന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര കാളുകൾ ഈ ലോകത്ത് നടക്കും. വഹുഫർ ബാബ പറയണു അവര് പഞ്ചാബിൽ എന്ത് ചെയ്തു? അകാല സിംഹാസനം ഉണ്ടാക്കിയിട്ട് കാണിച്ചു. മന്ദിർമേൻ ജോ രഹത്തെ വഹ് ഉൻക അംശഹി. ഈ അമ്പലങ്ങളിലൊക്കെ എന്നിട്ട് അംശപ്രതിഷ്ഠ എന്നൊക്കെ പറയും. വഹ് തോക്കെ ജ്ഞാനസാഗർ പതിത് പാവൻ. ബാബ ജ്ഞാനസാഗരനാണ്, പതിത പാവനാണ്. ഉൻകൊത്തോ മനുഷ്യക്കാ തൻ ചാഹിയന. പക്ഷെ മനുഷ്യരെ പഠിപ്പിക്കാൻ എനിക്കൊരു മനുഷ്യദേഹം വേണമല്ലോ. തും ബച്ചേ ജാനത്തെ ഹോക്കി ഉൻകാ തഖ്ത് യഹ് ബ്രഹ്മ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ശിവബാബയുടെ സിംഹാസനം ഈ ബ്രഹ്മബാബയാണ്. ബ്രഹ്മാവിലാണ് ശിവബാബ വന്ന് പഠിപ്പിക്കുന്നത്. ധർമ്മസ്ഥാപകർക്ക് ക്യാ മഹിമ. ധർമ്മസ്ഥാപകർക്ക് എന്ത് മഹിമയാണുള്ളത്? വഹുത്തോ സിർഫ് ആക്കർ ധർമ്മസ്ഥാപനം കർത്തെ. അവര് വന്നിട്ട് അവര് ധർമ്മം സ്ഥാപിച്ചു എന്നല്ലേ ഉള്ളൂ. വഹു കൊയ് ജീവൻ മുക്തി നഹി ദേത്തെ. അവരാർക്കെങ്കിലും ജീവൻ മുക്തി കൊടുത്തോ? മനുഷ്യക്കകത്തെ മോക്ഷമില്ലേ ആയഹി നഹി. മനുഷ്യരുടെ ആഗ്രഹം എന്താ? മോക്ഷം കിട്ടണം, ഇനി ഇടയ്ക്ക് വരണ്ട, ബ്രഹ്മത്തിൽ പോയെങ്കിലേ. ഇതൊന്നും അറിയാൻ പാടില്ല. ആത്മാവ് എന്താണോ ബ്രഹ്മം എന്താണോ ഒന്നും അറിയില്ല. പക്ഷെ എല്ലാവരും പറയും ഞങ്ങൾക്ക് മോക്ഷം കേട്ടണം, പിന്നെന്താ ജനി മരണങ്ങൾ ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാട്ട് പാടും. അതൊക്കെ എഴുതി വെച്ചിരിക്കുകയല്ലേ, പാടിയാൽ മതി. വഹ് ധർമ്മസ്ഥാപകത്തോ അപ്പനെ ധർമ്മവാലോ നീച്ചയിലെ ജാനയ്ക്ക് നിമിത്ത ബന്ധം. ഇപ്പോൾ ബാബ പറയാണ് ഈ ധർമ്മസ്ഥാപകൻ ക്രിസ്തു ബുദ്ധനൊക്കെ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോഴേ അവിടെ ഇരിക്കുന്ന മോക്ഷത്തിൽ ഇരിക്കുന്ന ബ്രഹ്മത്തിൽ ഇരിക്കുന്ന ആത്മാക്കൾ താഴേക്ക് വരാനാ നിമിത്തമായത്. അപ്പൊ താഴേക്ക് കൊണ്ടുവന്നവരെ ബാബയ്ക്കാണ് ഗുരു എന്ന് വിളിക്കുക. അവർക്ക് എന്താ മഹിമ? ഡ്രാമയാണ്, ഒന്നും മഹിമയൊന്നും ആർക്കൊന്നുമില്ല. ഇതൊക്കെ ഞാനോട് മനസ്സിലാക്കിയാലേ ഉള്ളൂ. അല്ല പുറത്തുപോയി വല്ലതും പറഞ്ഞാൽ ആൾക്കാർ നമുക്ക് ഇട്ട് പടയ്ക്കും. ക്രിസ്തുവിന് മഹിമയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട് ബാബ ഇതൊക്കെ പറയും. മഹിമ ആർക്കും ഒരേ ഒരു ശിവന് മാത്രമേ ഉള്ളൂ. ഉൻകോത്തോ ആക്കാർ അപ്പന ധർമ്മസ്ഥാപൻ കർണ. ഡ്രാമക്ക പാട്ട് ബാബ പറഞ്ഞു ഡ്രാമയിലെ പാട്ട് അനുസരിച്ചാണ് ക്രിസ്തു ബുദ്ധനൊക്കെ വന്നത്. അല്ലെ, അവരുടെ പാട്ട് അഭിനയിക്കാനാണ്. അത് ആരാ പാട്ട് നിശ്ചയിച്ചു കൊടുത്തത്? जो भी आते हैं उनको पुनर्जन्म लेना ही है. यह तो स्थापना बाप करते वक्त सबका पतित पावन है और कोई पावन नहीं बनाते. ആരെല്ലാം ഇവിടെ വന്നു അവരെല്ലാം പുനർജന്മങ്ങൾ എടുത്ത് തമോപ്രധാനമാകും. അങ്ങനെ സൃഷ്ടി മുഴുവൻ ഇരുട്ടിൽ പെടുമ്പോൾ ഈശ്വരൻ വരും. ഈശ്വരൻ വന്നിട്ട് എല്ലാവരും ഉയർത്തിയെടുക്കും. അതുകൊണ്ടാണ് പതിത പാവനൻ എന്ന് പറയുന്നത്. വേറെ ആരെയും പാവനൊന്നും ആക്കുന്നില്ല. വഹത്തോ ആത്തേഹെ അപ്പന പാട്ട് ബജാത്തെ. അവരവരുടെ തലയിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിൽ എഴുതിയിരിക്കുന്ന പാട്ട് അഭിനയിക്കാൻ വരുന്നു. അത്രേ ഉള്ളൂ. ഡ്രാമ ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആരായി മാറും? ആത്മാഭിമാനികളായി മാറും. ആത്മാഭിമാനികൾക്ക് മാത്രമേ ദേവതയാകും. അല്ലാത്തൊരു ഭക്തരാണ്. ഭക്തർ ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട് നടക്കും. സദോ രജോ തമോമയം ആനാഹീഹി ഉനോനെ ധർമ്മസ്ഥാപന കിയ ബസ്. ബാബ പറയണു ഈ വന്നവര് ഫസ്റ്റ് ബർത്തിൽ ബുദ്ധനാണ്, ക്രിസ്തുവാണ് മഹിമയുണ്ട്. നെക്സ്റ്റ് ബർത്തിലോ തേർഡ് ബർത്തിലോ ഇപ്പോഴും ഇവ ഏതെങ്കിലും കരഞ്ഞോണ്ട് എവിടെയൊക്കെ ഇരിപ്പുണ്ടാവും. വളരെ തമോപ്രധാനമായിട്ട് ഇരിപ്പുണ്ടാവും. ബാബ പറയാണ് അവര് ധർമ്മം സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജോ ശിക്ഷാദി ഉൻകെ ശാസ്ത്രബനെ. അവര് പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നെ അവരുടെ ശാസ്ത്രമാക്കി. ജോ ധർമ്മസ്ഥാപൻ കർത്തേഹെ ഉൻകോർ പാലന ജരൂർ കരണേ. ബാബ പറഞ്ഞു ധർമ്മം സ്ഥാപിക്കുന്ന വിത്തിട്ടു, കർമ്മത്തിന്റെ വിത്തിട്ടെങ്കിൽ ബാബ പറയണു അവരത് കൽപ്പാവസാനം വരെ അവർക്ക് പാലിച്ചേ മതിയാകും. വാപ്പീസ് കൊയ് ജാൻ അഹീം സക്ത. ബാബ പറയണു ആരും ബ്രഹ്മത്തിലേക്ക് മടങ്ങി പോകില്ല. അവിടുന്ന് വന്നത് എന്തിനാണ്? കർമ്മം ചെയ്യാൻ. കർമ്മത്തിന്റെ വിത്ത് കുഴിച്ചിട്ടോ ബാബ പറയാണ് തീർച്ചയായിട്ടും അത് അവസാനം വരെ പോകണം. സബി ഈ സമയം ഭിന്ന ഭിന്ന നാമരൂപമേം യഹാം പതിത ദുനിയാമഹേ. എല്ലാ മഹാത്മാക്കളും എല്ലാ ധർമ്മസ്ഥാപകരും ബാബ പറയാണ് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് ഏതോ ദേഹത്തിൽ ബാബയ്ക്കറിയാം പതിതമായിട്ട് കിടപ്പുണ്ട്. ക്രിസ്തുവും കിടപ്പുണ്ട്, എല്ലാവരും ഇവിടെ കിടപ്പുണ്ട്. പഹലെ നമ്പറിമേ ലക്ഷ്മി നാരായൺ ദേഖു. ആദ്യ നമ്പറിൽ ഭൂമി ഭരിച്ച് ലക്ഷ്മി നാരായണനെ നോക്ക്. ഇപ്പൊ ബ്രഹ്മാവും സരസ്വതി ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ട്? ബ്രഹ്മാവും സരസ്വതി എന്ന് പറഞ്ഞാൽ ബാബ പറഞ്ഞു ആദ്യ നമ്പറിലുള്ളവരെ അവരെ പിടിച്ചു, നമ്മളെയും പിടിച്ചു. ബാക്കി ഇനി ക്രിസ്തുവൊക്കെ കിടപ്പുണ്ട്, വേറെ എല്ലാത്തിനും ഞാൻ പിടിച്ചു. വഹബി അഭയഹ പ്രജാപിത ബ്രഹ്മദ്വാര ബ്രാഹ്മൺ രചിത്തെ. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിക്കാണ്. ഫിർ യഹ് ജാക്കർ രാധേ കൃഷ്ണ ബനേങ്കി.
അത് കഴിഞ്ഞ് സത്യവും വരുമ്പോൾ ഇവര് പോയിട്ട് രാധയും കൃഷ്ണനും ആകും. ജബത്തക്ക് ശിവബാബ ന ആയേ തബത്തക്ക് കൊയ്യ് പാവൻ ബൻ സകേ. ശിവബാബ വരാത്തടത്തോളം ആർക്കും പാവനമാകാൻ പറ്റില്ല. പാവനമായവർക്കാണ് മഹിമയുള്ളത്. ബാബ പറഞ്ഞു അതിന് ഞാൻ ഇങ്ങോട്ട് വരണം. അപ്പൊ ആർക്കാ മഹിമ? ബലിഹാരി ഉസ് ഏകക്ക്. അതുകൊണ്ട് മഹിമ ഒരേ ഒരു ശിവനേ ഉള്ളൂ. ഉൻകി ഹി മഹിമ. ബാബ പറഞ്ഞു ശിവബാബയ്ക്ക് മഹിമ. ഇതൊന്നും അഹങ്കാരത്തിന് വേണ്ടി പറയുന്നല്ല. ബാബയ്ക്ക് അഹങ്കാരമില്ല. ബാബയുടെ ഏറ്റവും വലിയ ടൈറ്റിൽ എന്താ? നിരഹങ്കാരി. പക്ഷെ നമുക്ക് അഭിമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബാബ പറഞ്ഞത്. നമ്മൾ ആരുടെ മക്കളാണ്, നമ്മൾ ആരാ പഠിപ്പിക്കുന്നത് അല്ലെ? ഈ ഒരു അഭിമാനമില്ലാത്ത ഒരാളെ ഉയർത്താൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് അഭിമാനം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ അഭിമാനം ഉണ്ടാക്കി തരണമെങ്കിൽ നമ്മുടെ അച്ഛൻ ആരാണെന്ന് പഠിച്ചാൽ മതി. അച്ഛൻ അഭിമാനം ഉണ്ടെങ്കിൽ മക്കൾക്ക് താനെ അഭിമാനം. അപ്പൊ നമ്മുടെ അച്ഛനാണ് സർവരുടെയും സന്തതിദാത. ഇവിടെ ക്രിസ്തുവും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ എന്തോരം കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ബാബ പറയുന്നു അവരൊക്കെ ഇപ്പൊ താണ് കിടക്കാല്ലേ, ഇവരൊക്കെ ഉയർത്തിയെടുക്കുന്നത് ആരാ? നമ്മുടെ അച്ഛനാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അഭിമാനമുണ്ട്. അത് അവരുടെയും കൂടി അച്ഛനാണെന്ന് പറയുമ്പോഴോ നമുക്ക് അഹങ്കാരം ഉണ്ടാകും. അപ്പൊ നമുക്കൊരു സമഭാവം വരും. അഭിമാനം ഇല്ലാത്ത ഒരാൾക്ക് വേറൊരാളെ ആദരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ആദരിക്കാൻ പറ്റാത്തത്? നമുക്ക് സ്വ അഭിമാനമില്ലാത്തത്. ഈ സ്വ അഭിമാനം വരുത്താൻ വേണ്ടിയിട്ടാണ് ബാബ പറയുന്നത് നിങ്ങളുടെ അച്ഛനാരാണ്, അച്ഛനാരെന്ന് പറയുന്നത്. അല്ലാണ്ട് അച്ഛന്റെ മഹിമ പാടിക്കൊണ്ടിരിക്കുകയാണ്. കഹത്തെ ബീഹെ ശിവായ നമഃ തും മാതാപിത. ഭക്തിമാർഗത്തിൽ നമ്മൾ നമശിവായ നമശിവായ എന്ന് പാടുമായിരുന്നില്ലേ? നീ മാതാപിതാവ് എന്ന് പാടുമായിരുന്നില്ലേ? സബ്സെ ജാസ്തി മഹിമ ഉസ് ബാബയ്ക്ക് ഹെ. ഏറ്റവും കൂടുതൽ മഹിമ ആ ബാബയ്ക്കാണ്. പുകാർത്തെ ബീഹെ ഓ ഗോഡ് ഫാദർ. ബാബക്കോ ഹി പുകാർത്തെ. എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ ഓ ഗോഡ് ഫാദർ. അവർ ആരെ വിളിക്കുന്നത്? നിങ്ങളുടെ അച്ഛനെ വിളിക്കുന്നത്. ഏഹ് നാടക ബനാ ഹുവ. അങ്ങനെയാണ് ഈ നാടകം ഉണ്ടാക്കി വെച്ചത്. അവിടെ ബാബ എന്ത് ചെയ്യുവാണ്? ബാബയും നിരഹങ്കാരിയാകാണ്, നമ്മളെയും നിരഹങ്കാരിയാകാണ്. അഭിമാനം വേണം, അഹങ്കാരം പാടും. വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ജബ് സൃഷ്ടി പുരാനി ഹോത്തേക്ക് തബ് ബാബാത്തെ. ഈ സൃഷ്ടി പഴയതാകുമ്പോഴാണ് ബാബ വരുന്നത്. അഭിമാനം നഷ്ടപ്പെട്ട് തീരെ താണ് കിടക്കുമ്പോഴാണ് ബാബ വന്ന് ഈ കുചേലന്മാരെയൊക്കെ പൊക്കിയെടുക്കും. മൂലവദൻ, സൂക്ഷ്മവദൻ, സ്ഥൂലവദൻ തീനും ലോകം കാ ഞാൻ ദത്തെ. മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനം. 3 ലോകത്തിന്റെ അറിവ് നൽകുന്നു. 3 ലോകത്തിന്റെ അറിവ് എന്തിനാ നൽകുന്നത്? 3 ലോകത്തിന്റെ അറിവ് എന്തിനാ ചോദിക്കുന്നത്? ഇങ്ങനെ മെഴുങ്ങസിയാന്ന്, അല്ലാണ്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഉണരാൻ വേണ്ടിയിട്ടാണ്. ഈ കാലത്തെല്ലാവരും ഒരു മയക്കുറപ്പൊക്കെ ഉണ്ടാവും. 3 ലോകത്തിന്റെ അറിവ്. നമുക്കിപ്പോ എത്ര സെന്റ് ഉണ്ട്? തങ്കമണിമായിക്ക് എത്ര സെന്റ് ഉണ്ട്? പഴവീട് എത്ര സെന്റ് ഉണ്ട്? പേടിക്കണ്ട, എനിക്ക് ഇവിടെ ഒന്നും തരുന്നുണ്ട്. എത്ര സെന്റ് ഉണ്ട്? ദിനമയ്ക്കാണ് ഈ ഇടയ്ക്കാണ് ഒരു വീടായി. എന്നാലൊരു അഭിമാനമുണ്ട്, ഞാനിപ്പോ ഒരു സ്വന്തം വീടിന്റെ ആളാണ്. ബാബയ്ക്കാണ് നിന്റെ അച്ഛൻ 3 ലോകത്തിന്റെ അധികാരിയാണ്. നമ്മുടെ അച്ഛനെ 3 ലോകത്തിന്റെ അധികാരി. ഈ 3 ലോകത്തിന്റെ അധികാരിക്ക് 10 സെന്റ് എന്താ അഹങ്കരിക്കാനുണ്ട്? അപ്പൊ അഹങ്കാരം കളയാൻ വേണ്ടിയിട്ടാണ് ആ 3 ലോകത്തിന്റെ അഭിമാനം വർദ്ധിച്ചില്ല. എന്റെ അച്ഛൻ ആരാണ്? നമ്മുടെ അച്ഛൻ 1 ഏക്കർ ഉണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ 1 ഏക്കർ. നമ്മുടെ അച്ഛന് 3 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അച്ഛൻ ആരാണ്? ലൈല സിസ്റ്റർ. അപ്പോഴും പറയും വാവ. ത്രിലോകീനാഥൻ, അത് ഭക്തി പറഞ്ഞോണ്ട് ത്രിലോകത്രയേശൻ, ത്രിഭുവനേശ്വരൻ, അവർ അതിന്റെ അച്ഛനാണ്. അതിപ്പോഴല്ലേ നമുക്കത് മനസ്സിലായത്. അപ്പോഴല്ലേ നമുക്കൊരു അഭിമാനം ഉണ്ടായത്. നമ്മുടെ അച്ഛൻ 3 ലോകത്തിന്റെ നാഥനാണ്. ഞാൻ ഏക് ഹി ബാർ മിൽത്ത. ഈ അറിവ് ഒരു പ്രാവശ്യമേ നമുക്ക് തരുള്ളൂ. ഉൻകോ ഞാനിക്കാ സാഗർ കഹാജാത്ത്. ഈ 3 ലോകം ഒരു ചോടുകൊണ്ട് അളന്നുന്ന പുരാണത്തിൽ പറഞ്ഞു. ജ്ഞാനസാഗരനായതുകൊണ്ടാണ്. ബാക്കി യഹ് സൂര്യ ചന്ദ് ആദിത്യ ബേഹത്ത് മണ്ഡപേക്ക് രോഷനി ദേനേവാലെ ബത്തി. പിന്നെ ഹിന്ദുക്കൾ എല്ലാത്തിനും ആരാധിക്കും സൂര്യദേവതായ, വരുണദേവതായ. കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും തിരിഞ്ഞ് നമ്മുടെ കാലും കൈയും നടുക്കെ പോയിരിക്കുക. ബാബ പറഞ്ഞു അത് ഈ ഭൂമിക്ക് വെളിച്ചം നൽകുന്ന ദീപങ്ങളാണ്. അതിനൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് പ്രകൃതി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാബ പറഞ്ഞു അത് ദേവതയൊന്നുമല്ല, അത് വെളിച്ചം നൽകുന്നതാണ്. രാത്ത് വക് ദിൻ ഏക മണ്ഡപേക്ക് ബെത്തിയാം. രാത്രിയിൽ ചന്ദ്രൻ വെളിച്ചം നൽകും. ബാബ പറയുന്നു പകല് സൂര്യൻ വെളിച്ചം നൽകും. അതൊക്കെ ഭൂമിയാകുന്ന കർമ്മക്ഷേത്രത്തിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ്. ഐസനഹിക്ക് സൂര്യദേവതായ നമഃ. അതുകൊണ്ട് സൂര്യദേവത എന്നൊക്കെ പറഞ്ഞാൽ സൂര്യന് നമ്മൾ സൂര്യന്റെയും കൂടി അധികാരിയാണ്, അധികാരിയുടെ മക്കളാണ്, ആദരിക്കണം. പക്ഷെ എന്ത് പാടില്ല? ആരാധിക്കുക. ആരാധന അധീനതയാണ്, ആദരവ് അഭിമാനമാണ്. അഭിമാനമുള്ളവൻ ആദരിക്കും. സൂര്യൻ ആദരിക്കും. കാര്യം സൂര്യനിലെ നമുക്ക് നിലനിൽപ്പാണ്. പക്ഷെ അവർ എന്തിനാ ആരാധിക്കാൻ പോകും? സൂര്യദേവതായ നമുക്ക്. നമ്മൾ സൂര്യന്റെയും കൂടി പ്രകൃതിയാണ് സൂര്യൻ, അതിനൂടെ അധികാരിയല്ലേ നമ്മള്. എന്തൊന്നും മനസ്സിലാകാത്ത പോലെ ഇരിക്കും. ലീലാമയ്ക്ക് മനസ്സിലാവുന്നു. ഭക്തിയിൽ നിന്ന് ഞാനതിലേക്ക് ഉയരുമ്പോ മനസ്സിലാവുള്ളൂ. ബാബ പറയാണ് നഹീം ദേവതായന്തോ ബ്രഹ്മ വിഷ്ണു ശങ്കർ. ബാബ ശരിക്കും പറഞ്ഞാൽ 3 ദേവതകളേ ഉള്ളൂ, ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാർ. ഈ മൂലവദൻ സെ ആത്മായം എഹം ആത്തെ ഹെ തോ സീതാ ഗർഭമേ ജാതി.
സൂക്ഷ്മോദനമേനഹം ജാതി. അവരുടെ മൂലവതനത്തിൽ നിന്നും ആത്മാക്കൾ വരുമ്പോഴേ ആദ്യം ഗർഭത്തിലേക്കാണ് പോകുന്നത്, സൂക്ഷ്മലോകത്തിലേക്കല്ല. സീതാ സത്യമേം ആയെങ്കിൽ ഗർഭമഹൽമേം. ആ സത്യത്തിൽ വരുന്നവരും സൂക്ഷ്മലോകം ആ സമയത്ത് അങ്ങനെയൊന്നും ഇരിപ്പില്ല. ബാബ പറഞ്ഞ അവര് നേരെ ഒരു പ്രകാശ ബിന്ദുവായിട്ട് എന്ത് ചെയ്യും, ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. വഹം തോ കൊയ്യ പാപകർമ്മ ഹോത്തനെ. സത്യത്തിൽ നമ്മൾ പാപകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. യഹം പാപ കർത്തെ തബ് ത്രാഹി ത്രാഹി കർത്തെ. ദ്വാപരം മുതല് നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഗർഭത്തിലും ശിക്ഷ വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് ജന്മദുഃഖം എന്ന് പറയും. ഗർഭത്തിൽ കിടന്ന് മുജ്ജന്മത്തിലെ ശിക്ഷകൾ ആ പാപകർമ്മത്തിന്റെ അടിപേടിക്കുന്നത്. അവിടെ കിടന്ന് അയ്യോ എന്നെ പുറത്തേക്ക് വിട്, എന്റെ പുറത്തേക്ക് വിടുന്ന് പറയുന്നു. ധർമ്മരാജ് ഹമയം ബാഹർ നിക്കാലോ ഹം പാപിനഹീം കാര്യം. ധർമ്മരാജ എന്നൊന്ന് പുറത്തേക്ക് വിടണേ, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് പറയും. ബാഹർ നികലേസെ പാപ് കറയിലൊക്കെ. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടി പാപം ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ദേഹാഭിമാനം, കാമക്രോധാദികൾ, മതമത്സര്യാദികൾ, വീണ്ടും പാപം ചെയ്യും. അടുത്ത അമ്മയുടെ ഗർഭത്തിൽ പോകും, അവിടെ കിടന്ന് മടിമേടിക്കും. അതുകൊണ്ടാണ് ദ്വാപരം മുതൽ ബാബ എന്ന് പറഞ്ഞത് ഗർഭ ജയിലാണ്. സത്യത്രേതായത്തിൽ ഗർഭം കൊട്ടാരമാണ്. ഒരു പാപകർമ്മം ചെയ്യാണ്ട് കൃഷ്ണൻ വിരലുറമ്മ കിടക്കുന്നില്ലേ, അങ്ങനെ അങ്ങ് കിടക്കും. വഹാം കി വഹിരഹി യഹ്ബി ഡ്രാമ. ഗർഭത്തിൽ കിടന്ന് പറഞ്ഞത് അവിടെ, പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പാപം, അതിന് ഡ്രാമ. ഭാരത് കാ സബ്സെ ബഡാ ദുഷ്മൻ രാവൺ ഹി ഹെ. ദ്വാപര സെ രാവൺ രാജു ശുരു ഹോത്ത. ഈ ഭാരതത്തിന്റെ, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രു രാവണനാണ്. ദ്വാപരം മുതല് നമ്മളെ കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് എന്തോരം അടികൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ബാബ പറയാണ് ദ്വാപരം മുതലാണ് ഇവന്റെ രാജ്യം ആരംഭിച്ചത്. ദ്വാപരമേഹി ദേവി ദേവതായും വാമമാർഗമേ ജാത്തെ. ദ്വാപര യുഗത്തിലാണ് ദേവീ ദേവതകൾ വാമമാർഗത്തിലേക്ക്, ദേഹബോധത്തിലേക്ക് വന്നു. അവർക്ക് കാമക്രോധാദികൾ ഉണ്ടായി, വികാരങ്ങളും വികർമ്മങ്ങളും പാപകർമ്മങ്ങളും ദുഃഖങ്ങളൊക്കെ ആരംഭിച്ചു. പുനോ കഫുർ മന്ദിർ. ആ ദേവതകളുടെ അമ്പലങ്ങളുണ്ട്. പുരിമേൻ ദേഹോ കൈസ മന്ദിർ ബനാഹുവ. അന്തർ ജഗന്നാഥ് കാ മൂർത്തി അവർ ബാഹർമേ ദേവതാവും കെ ബഡേ ഗന്ധേ ചിത്ര. ബാബ പറയുന്നു എങ്ങനെയൊക്കെ അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ജഗന്നാഥൻ, അകത്ത് ജഗന്നാഥന്റെ മൂർത്തി, പുറത്ത് കാമവികാരത്തിൽ പോകുന്ന ചിത്രങ്ങളാണ്. ഐസെ ഐസെ ചിത്രം മന്ദിർമേ നഹി ഹോനെ ചാഹി. അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും അമ്പലത്തിൽ പാടില്ല. തും തോ അഭി ശ്രീമത് പർ ശ്രേഷ്ഠ ബനനേക്കാ പുരുഷാർത്ഥ കർ രഹേ ഹോ. നമ്മളിപ്പോൾ ബാബയുടെ ശ്രീമത്തിലൂടെ ശ്രേഷ്ഠരാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. സത്യയുഗ ആദ്യമേം ലക്ഷ്മി നാരായൺ ശ്രേഷ്ഠകേന. സത്യത്തിന്റെ ആരംഭത്തിലെ ലക്ഷ്മി നാരായൺമാര് ശ്രേഷ്ഠന്മാരായിരുന്നു. ഉനോനെ യഹ് ശ്രേഷ്ഠപദ കൈസെ പായ. അവർക്ക് ആ പദവി അവരെങ്ങനെ നേടി. അബത്വം ഫിർസെ പഠരേഹ്. ഇപ്പോൾ നമ്മൾ ശ്രേഷ്ഠരാകാൻ വേണ്ടി വീണ്ടും ശ്രീ ശ്രീ ശിവാബിൽ നിന്ന് പഠിക്കുകയാണ്. ബാബ കാത്തെ മേം കൽപ്പ് കൽപ്പ് കൽപ്പക്കെ സംഘം യുഗെ ഫിർസെ ആത്താഹും ആത്താഹി രഹൂങ്ക. ബാബ പറയാണ് ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ, കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ വരും, ഇനിയും എല്ലാ കൽപ്പങ്ങളിലും ഞാൻ സംഗമത്തിൽ വരും. ഫിർസെ തും ബച്ചും കോ രാജയോഗ സിഹുലാവുക. വീണ്ടും ഞാൻ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കും. ഫിർ സദോ രജോ തമോമിമാനം. നമ്മൾ ദേവതകളായി ജനിക്കും. അവിടുന്ന് ബാബ പറഞ്ഞു വീണ്ടും നമ്മൾ സദോ രജോ തമോയിലേക്ക് കറങ്ങും. തുംകോ 84 ജന്മം ഭോഗന പഠിത്താഹി ജോ പഹലെ പഹലാത്തെ. ആദ്യം സൃഷ്ടിയിൽ വരുന്നവരെ 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരും. 84 ജന്മങ്ങൾ എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര ക്ഷീണം വന്നിരിക്കുന്നത്. സബനഹിം ഭോഗത്തെ. എല്ലാ ആത്മാക്കൾക്കും 84 ജന്മങ്ങളില്ല. 84 ലാഖത്തോ ആയി നഹിം. 84 ലക്ഷം ജന്മങ്ങള് ഇല്ലേ. മനുഷ്യക്കോ ജോ കുച്ചു കൊയ്യനെ കഹ വക സത്ത് സത്ത് കാത്തരുത്തെ. ആരോ 84 ലക്ഷം ജന്മം ഉണ്ടെന്ന് എഴുതി വെച്ചു. ഇതൊന്നും ശരിക്കും പറഞ്ഞ പുരാണത്തിലില്ല. ആരോ എഴുതി 84 ലക്ഷം ജന്മം. കേട്ടവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവർ പറഞ്ഞു സത്യം സത്യം സത്യം. അപ്പൊ അത് സത്യമായി. അഗർ 84 ലാഖ് ജന്മഹോത്തോ കൽപ്പിക്ക് ആയു ബെടി ഹോ ജായി. 84 ലക്ഷം ജന്മങ്ങൾ ഒരു കൽപ്പത്തിലുണ്ടെങ്കിൽ കൽപ്പത്തിന്റെ കാലാവധി എത്രയായിരിക്കും? ആർക്കും പറഞ്ഞു തരാൻ പറ്റും? ബാബ കത്തേഹി 84 ജന്മഹി സോബി ദേവി ദേവതാവുകെ. ബാബ പറയാണ് 84 ജന്മങ്ങളേ ഉള്ളൂ, അതും സത്യത്തിൽ വന്ന ദേവതകൾക്ക്. ക്രിസ്തു വന്നിട്ട് 2000 കൊല്ലമേ ഉള്ളൂ. 30-35 ജന്മം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പ് തന്നെ പതിതമായി കഴിഞ്ഞു. അച്ഛാ ഒരു ഇസ്ലാമി ബൗദ്ധി ക്രിസ്ത്യൻ ആദിക്ക് തന്നെ ജന്മലേത്തെ ഹോഗി ഇസാബ് ഹേന. ബാബ പറയുന്നു ആദ്യം വന്ന ദേവതകൾക്ക് 84 ജന്മം. പിന്നെ ഇസ്ലാം, ബൗദ്ധ, ക്രൈസ്തവര് എത്ര ജന്മങ്ങൾ ഉണ്ടാവും? എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ. ആദ്യത്തെ ബഹുദേ ഡാൽഡാലി. ധാരാളം പേര് വരും. കൊമ്പുകളും ശാഖോപശാഖ വൃക്ഷത്തിൽ മുളകും. തും സാരേ സൃഷ്ടിക്ക് ആദിമധ്യന്തക്കോ ജാനത്തേഹോ. നമുക്കിപ്പോൾ സൃഷ്ടിയുടെ ആദിമധ്യാന്തം പൂർണ്ണമായിട്ടും അറിയാം. ഭാരത് ഹി പഹലെ നമ്പർ വിശ്വക്ക മാലിക് ധ അവർ കൊയ്യ ധർമ്മദാഹി നഹി. ഈ ഭാരതം ആദ്യ നമ്പറിൽ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. അന്ന് വേറെ ധർമ്മങ്ങളില്ലായിരുന്നു. ഉസ് ദേവി ദേവതാ ധർമ്മക്ക് ടാങ്ക് ഹി നഹി. ബാബ പറഞ്ഞു ഈ സമയത്ത് ആ ദേവി ദേവതാ ധർമ്മത്തിന്റെ കാര്യമില്ല. നമ്മുടെ പുരാണത്തിൽ കലി വരുന്ന കാണിക്കുന്നതിന് ധർമ്മത്തെ കാണിക്കുന്നത് കാളയായിട്ടാണ്. അതുകൊണ്ടാണ് കാളയുടെ പതിയായിട്ടും പറയും അല്ലെ. അപ്പൊ കാളയ്ക്ക് 3 കാലില്ല. 4ാമത്തെ കാലം ഒരു ചട്ടിത്തലയിൽ ഊരിയെടുത്തോണ്ടിരിക്കുകയാണ്. കാള പ്രാണവേദനയോടുകൂടി കരയുന്ന സമയത്താണ് കലി കയറി വരുന്നത്. അതായത് ധർമ്മത്തിന്റെ 4ാമത്തെ കാര്യം കൂടി ഊരിക്കളയാണ്.
മൂന്നെണ്ണം സത്യയുഗത്തില് ഇതായിരുന്നു, അത് പോയി. പിന്നെ ത്രേതായുഗം, ദ്വാപരം, 3 കാലം. കലിയുഗത്തിന്റെ അവസാനം 4ാമത്തെ കാലം കലിയുഗം. അപ്പൊ ബാബ പറയാണ് ഇന്ന് ദേവതാധർമ്മത്തിന്റെ കാല് ഇല്ല. ഉൻകാ ശാസ്ത്രബി നഹി, ദേവതകളുടെ ശാസ്ത്രവും ഇല്ല. ഏത് ഗീത ആദി ശാസ്ത്ര ബനെങ്കിൽ, ഈ ഗീതയും ശാസ്ത്രങ്ങളൊക്കെ പിന്നീട് ഉണ്ടാക്കിയതാണ്. ഐസനഹി തും ജോ സച്ചി ഗീത ബനാത്തെ ഹോ വഹ് ഹോഗി, നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന സത്യമായ ഗീതയൊന്നും അവശേഷിക്കത്തില്ല. നിഖിലേഗി ഫിർബി വഹി ഗീത, ദ്വാപരത്തിൽ എഴുതുന്നത് ഇപ്പോഴുള്ള ഗീത തന്നെയായിരിക്കും. ഭക്തി മാർഗ്ഗക്കേലിയത്തോ സബ് ചാഹിയന, 2500 വർഷം ഭക്തി ചെയ്യണ്ടേ, അപ്പൊ കുറെ പുസ്തകങ്ങൾ വേണ്ടേ. അപ്പൊ വ്യാസമഹർഷി ഇതെല്ലാം എഴുതി വെക്കും, അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ 2500 വർഷം ഇരുട്ടിലൂടെ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർത്ഥാടനമൊക്കെ നടത്തി കുറെ ദുഃഖമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കറങ്ങും. അങ്ങനെയാണ് നാടകം. ബ്രഹ്മദ്വാര സമച്ചാത്തേക്ക് ബച്ചോംകോ, ഇതെല്ലാം ബ്രഹ്മാവിലൂടെ ഈശ്വരൻ മനസ്സിലാക്കി തരാണ്. അപ്പൊ ബരോബർ ബ്രഹ്മദ്വാര ഭഗവാൻക്ക് പ്രാപ്തി ഹോത്തിഹെ, ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബ്രഹ്മാവിലൂടെയാണ് ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാകുന്നത്. ബാബ കാത്തെ യഹ് സബ് ഭക്തിമാർ, ബാബ പറയണം ഈ ഗീതയും ഭാഗവതവും ഒക്കെ ഭക്തിമാർഗമാണ്. മേരി പ്രാപ്തി തബ് ഹോത്തി ജബ് മേം യഹം ഭാരതമേം ആത്താഹും, എന്റെ പ്രാപ്തി ലഭിക്കണമെങ്കിൽ ഞാൻ ഭാരതത്തിൽ വരുമ്പോഴേ പ്രാപ്തി ഉണ്ടാകൂ. ഭാരത് ഹി അവിനാശി ഖണ്ഡ് ഹേ, ഈ ഭാരതം അനശ്വര ദേശമാണ്, അവിനാശി ഖണ്ഡമാണ്. ഭാരത് ഹി കിത്തന സാഹുകാർത്ത, ഈ ഭാരതം എത്ര സമ്പന്നമായിരുന്നു. സോമനാഥ് ക മന്ദിർ കിത്തന ബഡാ, ദ്വാപരയുഗത്തിലാണ് സോമനാഥ ക്ഷേത്രം പണിതത്. ആ സോമനാഥ ക്ഷേത്രത്തിൽ പോലും എത്ര സമ്പത്തുണ്ടായിരുന്നു. സബ് ലൂട്ടില് എല്ലാം കൊള്ളയടിച്ചു. 21 പ്രാവശ്യമായിട്ടാണ് മുഹമ്മദ് കൊള്ളയടിച്ചു. അപ്പൊ ഒരു അമ്പലത്തിൽ ഇപ്പൊ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറക്ക് തുറന്നപ്പോൾ കണ്ണഞ്ചിക്കുന്ന വിധത്തിലുള്ള സമ്പത്ത് കിടക്കാം, അല്ലെ. വത്തിക്കാനും അമേരിക്ക മൊത്തം മേടിക്കാനുള്ള രത്നങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോ എന്തായിരുന്നിരിക്കണം ഭാരതം. ബിർള കെ പാസ് ബഹുത് പൈസ തോ കിത്തനെ ബഡേ മന്ദിർ ബനായി, ബിർളയുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസയുണ്ട്. ബിർള എത്ര അമ്പലങ്ങൾ പണിതു. ബാബ കിത്തന അച്ഛി രീതി സമച്ചാത്തെ കൊയ് സമച്ചാന സുഖൻ, ബാബ എത്ര നല്ല രീതിയിലാണ് എല്ലാം പഠിപ്പിക്കുന്നത്. ഇതൊന്നും വേറെ ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ജ്ഞാന സാഗർ ബാപ്പ് ജബ് ബച്ചോം കോ സമച്ചാത്തെ ഹി തബ് ബച്ചേ സമച്ച് ജാത്തെ ഹി, ജ്ഞാനസാഗരനായ അച്ഛൻ വന്ന് പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികളായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമുക്കിത് ആർക്കെങ്കിലും അറിയാമായിരുന്നു. ഇങ്ങനെ സത്യവും ഉണ്ടായിരുന്നു, ത്രേതായുഗം ഉണ്ടായിരുന്നു, ദ്വാപരയുഗം വന്നു, അപ്പോഴാണ് രാവണൻ വന്നത്, ഇതൊക്കെ കൊള്ളയടിച്ചു, ഇതൊക്കെ അമ്പലങ്ങൾ ഉണ്ടാക്കി, ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ബാബ പറയാണ് ബാബ വന്നപ്പോ നല്ല രീതിയിൽ മനസ്സിലായി. യഹ് കോൻ പടാത്തേ ഹേ, ആരാ പഠിപ്പിക്കും നമ്മളെ. യഹ് കൊയ് സന്യാസി നഹി, ഈ ബ്രഹ്മബാബ സന്യാസിയൊന്നുമല്ല. ഉൻകാ നാം ഹി ഹേ ശിവ്, നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രഹ്മബാബയിലൂടെ ശിവനാണ്. ബ്രഹ്മാവല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ശിവബാബയാണ്. സബ് ആത്മായി മുൻകെ ബച്ച്, എല്ലാ ആത്മാക്കളും ശിവബാബയുടെ കുട്ടികളാണ്. എനിക്ക് ബ്രഹ്മകുമാരിച്ച് വന്ന് മുരളി കേട്ടപ്പോഴും 7 ദിവസം കോഴ്സ് ഒന്നുമില്ല, അന്ന് 3 ദിവസം ഉള്ളൂ. മുരളി കേൾക്കണം മുരളി. അപ്പൊ നമ്മൾ ആദ്യം വരച്ച് ഓടക്കൂടാണ്. പിന്നെ ഈ മുരളി കേട്ടപ്പോ ഞാൻ ഈ ബ്രഹ്മബാബയാണ് മനസ്സിൽ കാണുന്നത് മുഴുവൻ, ബാബ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊരു അഹങ്കാരം ഇയാൾ പറയും. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം സ്വാമി വിവേകാനന്ദനോട്. അപ്പൊ ഞാനാണ് ഏറ്റവും വലിയ ആള്, ഞാനാണ്. ഞാൻ ചോദിച്ചു ഇയാൾ എന്തിത്ര അഹങ്കാരം പറയുന്നത്, ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ മനസ്സിലായത് ഇത് ബ്രഹ്മബാബയല്ല ശിവബാബയാണ് പറയുന്നത്. അപ്പൊ ഗീത വായിച്ചപ്പോ മനസ്സിലാവും ഗീതയിൽ ഇങ്ങനെയൊക്കെ കിടക്കണം, അല്ലെ. അപ്പോഴാ കാര്യം മനസ്സിലാവും. അതല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ വേറെ ആരും ഓർമ്മിക്കരുത്, എന്നെ ഓർമ്മിക്കാവൂ, ഞാനാണ് ഇപ്പം മഹിമയ്ക്ക് യോഗ്യൻ എന്നൊക്കെ ഒരു മനുഷ്യൻ പറയുകയാണെങ്കിലും അത് ഏറ്റവും വലിയ അഹങ്കാരം. അപ്പൊ ബ്രഹ്മബാബയിലൂടെ ശിവബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. എല്ലാ ആത്മാക്കളും ശിവബാബയുടെ കുട്ടികളാണ്. പുനംകെ ശരീരം കെ നാം ബദലത്തെ രഹത്തെ, ബാക്കി എല്ലാ ജീവാത്മാവിനും ശരീരത്തിന്റെ കൂടെ പേര് മാറിക്കൊണ്ടിരിക്കും. ഇൻകാ നാം ഹി ഏക്, അല്ലെ. പരമാത്മാവിന് ഒരേ ഒരു പേരുള്ളൂ. അതുകൊണ്ട് ഭക്തിമാർഗത്തിൽ എന്ത് പറയും. സദാ സദാ എന്ത് വല്ല അസുഖം ചാ കുടിച്ചു. സദാ ശിവൻ, സദാ രാമനുണ്ടോ, സദാ ബ്രഹ്മാവുണ്ടോ. ഈ ബ്രഹ്മാവ് എന്ന സദാ അങ്ങനെ ഇരിക്കില്ല, പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അടുത്ത ജന്മത്തിൽ നാരായണൻ പേര് മാറിക്കൊണ്ടിരിക്കും. സദാ ഒരാൾ മാത്രമേ ഉള്ളൂ, സദാശിവൻ. അത് പരമശിവൻ, പരമബ്രഹ്മാവും തോന്നും. കഹത്തെ മേരാ കൊയ് ദൂസര നാം നഹി, ബാബ പറയാണ് എനിക്ക് വേറെ രണ്ടാമതൊരു പേര്. പിന്നെ അല്ലാഹു യഹോവ എന്നൊക്കെ വിളിച്ചോട്ടെ, വിളിച്ചോട്ടെ, പല ഭാഷയും. तुम तो जन्म मरण में आते हो, देहाभिमानी भी बनते हो, मैं कभी देहाभिमानी नहीं बनता हूँ. ബാബ പറയുന്ന കുട്ടികളെ നിങ്ങൾ ജന്മമരണത്തിൽ വരും, ദേഹാഭിമാനികളായി മാറും. ഞാൻ ഒരിക്കലും ദേഹാഭിമാനിയാകും. ബാബ ഹൈ ഹി ഫോർ എവർ ദേഹി അഭിമാനി, ക്യോങ്കി പുനർജന്മം നഹി മാതേഹി. ബാബ പറയുന്നു ഞാൻ എപ്പോഴും ആത്മാഭിമാനിയാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്കൊരു ദേഹത്തിന്റെ ഡ്രസ്സുമില്ല, അഡ്രസ്സും ഇല്ല. ശിവരാത്രി മനാത്തേഹന, ശിവരാത്രി ആഘോഷിക്കുന്നുണ്ടല്ലോ. പരന്തു രാത്രിക്ക അർത്ഥ കുച്ചുബി സമച്ച് നഹി സക്തേ, എന്നാൽ ഏത് രാത്രിയാണ്, രാത്രിയുടെ അർത്ഥം ആർക്കൊന്നും അറിയാൻ പാടില്ല. കിത്തനെ ഭൂലേഹി, എന്തെല്ലാം തെറ്റുകളാണ്. അഭിഹേ രാത് ദിൻ ഹോനാഹി, ഇപ്പോൾ ഇതൊരു സൃഷ്ടിയുടെ രാത്രിയാണ്, ഇനി ഇത് പകലാകും. അപ്പൊ കൽപ്പക അന്ത് അർത്ഥാത് രാത്രി ഹുയി, കൽപ്പത്തിന്റെ അവസാനമായി രാത്രിയായി. സത്യയുഗ ത്രേതാഹിദ്ദിൻ,
സത്യത്രേതായുഗം പകലാണ്. ദ്വാപർ കലിയുഗെ രാത്രി, ദ്വാപര കലിയുഗം രാത്രി. മുജെ ആന ഹി ഹേ സംഗമം. എനിക്ക് വരേണ്ടത് എപ്പോഴാണ്? സംഗമത്തിൽ, ബ്രാഹ്മമുഹൂർത്തത്തിൽ വരും. ഇപ്പൊ സൂര്യൻ ഉദിച്ചു, ബ്രാഹ്മമുഹൂർത്തത്തിൽ പണി തുടങ്ങി, നേരം വെളുത്തു, പകുതി പകൽ. ഇത് 5000 വർഷത്തെ രാത്രിയുടെയും പകലിന്റെയും ഒരു ദിവസത്തിൽ ആരാണ്? സംഗമത്തിൽ ശിവൻ വരും. അതോടുകൂടി പകുതി ഭാഗം നേരം വെളുത്തു. മനുഷ്യരെല്ലാവരും ആത്മബോധത്തിലായിരിക്കും. പിന്നെ ദേഹബോധത്തിന്റെ ഇരുട്ട് വരും. ഉത്തരായനവും ദക്ഷിണായനവും ഇതൊക്കെ കറങ്ങിയേ മതിയാവും. ബാബ പറയാണ് യഹ് വേള മുഖ്യ, ഇതാണ് ഏറ്റവും പ്രധാന മുഹൂർത്തം. പരന്തു ശിവബാബയ്ക്ക് വേള നഹിയല്ലേ സത്യം. പക്ഷെ ശിവബാബ വന്ന മുഹൂർത്തം എന്ന് ആർക്കും ഗണിക്കാൻ പറ്റില്ല. വഹ് കബ്ബാത്തെ പദാതൊടയിലെത്ത, എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. तो यह है बेहद के दिन और रात, इसको कल्प का संगम कहे. അതുകൊണ്ട് ഇത് പരിധിയില്ലാത്ത രാത്രിയും പകലുമാണ്. ഈ സമയം കൽപ്പത്തിന്റെ സംഗമമാണ്. ബർത്ത്ഡേ ബി അഗർ മനാത്തെ ഹെ തോ ഏക. അതുകൊണ്ട് ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ബാബ പറയണം ഒരു ശിവരാത്രി, ഒരു ശിവന്റെ ജന്മദിനമാണ് ആഘോഷിക്കേണ്ടത്. ശിവ് ബാബ ആത്തെ ഹെ ഫിർ ചലെ ജാത്തെ. ശിവ് ബാബ വരുന്നു, ശിവ് ബാബ പോകുന്നു. ഉൻക ന ജന്മ ഹി ഔർ ന ഹി മൗത്ത് ഹി. ശിവ് ബാബ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കില്ല, അതുകൊണ്ട് മരിക്കില്ല. കഹേങ്കി ബാബ ചല ഗയ യഹ് കേൾഹി. ബാബ വരുന്നുണ്ട്, ബ്രഹ്മബാബയുടെ ശരീരത്തിൽ പോവുകയും ചെയ്യും. ഇതെല്ലാം ഒരു കളിയുടെ ഭാഗമാണ്. ബാബയുടെ സമച്ചാത്തെ ഗാത്തെ ബീഹെ രാസ്തെ ചലത്തെ ബ്രാഹ്മൺ ഫസ് ഗയ. ഇതെല്ലാം ബാബ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പാടാറുണ്ട്, ആ വഴിയെ പോയ ബ്രാഹ്മണൻ കുടുങ്ങിപ്പോയി എന്ന്. ഈസ് ബാബക്കോ തോടെ ഹി പദാഥ. ബ്രഹ്മബാബ പറയാണ് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അചാനക് പ്രവേശിത ഹോഗി. അപ്രതീക്ഷിതമായിട്ട് ശിവബാബ പ്രവേശിച്ചു. പഹലെ ദൊടേഹി മാലും പഠിത്താഹി. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ധീരെ ധീരെ മാലും പഠിത്ത യഹ് ബാബ കാ കാം ഹെ. പതുക്കെ പതുക്കെയാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ശിവബാബയുടെ പണിയാണ്. ഈ ജ്ഞാന യജ്ഞസെ വിനാശജ്വാല പ്രജ്വലിത ഹോനി. ഈ ജ്ഞാന യജ്ഞത്തിലൂടെ വേണം വിനാശജ്വാല പ്രജ്വലിതമാകണം. അപ്പോൾ ഈ പഴയ ലോകത്തിന്റെ നാശം നടത്തണമെങ്കിൽ ഈ ജ്ഞാനയജ്ഞം ചെയ്യണം. ബ്രഹ്മബാബ പറയണു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ബേഹത്തേക്ക് യജ്ഞമേ ബേഹത്തേക്ക് സാമഗ്രി സ്വാഹാഹോനി. ഈ പരിധിയില്ലാത്ത ഭഗവാന്റെ യജ്ഞത്തിൽ പരിധിയില്ലാത്ത ഭൂമി, ഈ സാമഗ്രികൾ മുഴുവൻ സ്വാഹ ചെയ്യപ്പെടും. ബേഹത്ത് ബാബുക യഹ് യജ്ഞ. ഇത് പരിധിയില്ലാത്ത പരമാത്മാവിന്റെ യജ്ഞമാണ്. എനിക്ക് ബാദ് ഫിർ കൊയ് യജ്ഞ നഹി രച. ഈ യജ്ഞം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ബാബ പറയണം യജ്ഞങ്ങളൊന്നും ലോകത്ത് ആവശ്യമുണ്ടാവില്ല. ഭക്തി മാർഗി കലാസ് പോജാത്ത. ഈ ഭക്തിമാർഗം തന്നെ തീർന്നു പോകും. യഹ് നോളജ് ബുദ്ധിമേ രഖനിച്ചാൽ. ഈ അറിവ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്പാവസാനം രുദ്രൻ വന്ന് മഹായജ്ഞം ദക്ഷ പ്രജാപതിയിൽ കൂടെ രചിക്കുമ്പോൾ ഈ പതിത ലോകം സ്വാഹ ചെയ്യപ്പെടും. അത് ഇന്ന് പുതിയ ലോകം ഉയർന്നു വരും. പിന്നാരെ കൽപ്പത്തേക്ക് ബാബ പറഞ്ഞു ഒരു യജ്ഞവുമില്ല, ഒരു ഭക്തിയുമില്ല. പഠായി പഠനേക്കലി ആന പഠി. ഈ പഠിത്തം പഠിപ്പിക്കാൻ വേണ്ടി ബാബയ്ക്ക് ഭൂമിയിലേക്ക് വരേണ്ടി വരും. തോടി ദിക്കത്ത് ഹോതി. ബാബ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കുണ്ടാകും. മനുഷ്യ പഠനേക്കലിയ ഭാരതത്തിൽ ലണ്ടൻ അമേരിക്ക ബി ജാത്തെ. ഏകത്തൊക്കെ ആയി മനുഷ്യർ പഠിക്കാൻ വേണ്ടി ഭാരതത്തിൽ നിന്ന് ലണ്ടനിലേക്ക് അമേരിക്കയിലേക്കൊക്കെ പോകുന്നില്ലേ? അപ്പൊ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടില്ലേ? ഇവിടെ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ബാബ കാത്തേഹെ മേ കൽപ്പ് കൽപ്പ് കൽപ്പക്കെ സംഘം യുഗേ യുഗേ പരം ധാംസെ പഠാനേക്കലി യാതാഹും. ബാബ പറയാണ് ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിന്റെ സംഗമ യുഗേ യുഗേ, യുഗേ യുഗേല സംഗമ യുഗേ യുഗേ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ വരും. തോ ബച്ചും കോ കിത്തന കദർ ഹോനാ ചാഹിയെ. അങ്ങനെ ബാബ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര ആദരവുണ്ടായിരിക്കും. ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സാക്ഷാൽ ഗീതാ ജ്ഞാനദാതാവ് പരമാത്മാവ്. ആകെ ചൽക്കർ തുമാരി സ്കൂൾ ഗലി ഗലിമേം ബനേങ്കി. അപ്പൊ ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ദൂരെ നിന്നൊക്കെയല്ലേ വരുന്നത്. പക്ഷെ ഇനി കുറെ കഴിയുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ തെരുവുകളിൽ വരെ ഈ പാഠശാല തുറക്കും. നഹീൻ തോ സബ് പഠേങ്കി കൈസ്. അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെ പഠിക്കും? ബാബാക്ക പരിചയം സബ്കോ മിൽനാ ചാഹി. പരമാത്മാവിന്റെ ബാബയുടെ പരിചയം എല്ലാ ജീവാത്മാക്കൾക്കും കിട്ടണം. ബാബ്കോ ജരൂർ ജാനെ. ബാബ എല്ലാവരും അറിയും. अच्छा मीठे मीठे सिकिल दे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ ശ്രീമത്തിലൂടെ സദാ ശ്രേഷ്ഠരാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശ്രീമത്തിലൂടെ സദാ ശ്രേഷ്ഠരാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒഴിവ് കഴിവ് പറയും. അല്ലെ, ദിവസവും നമ്മൾ മുരളി കേൾക്കണം. ഒഴിവ് കഴിവ് പറയാൻ പാടില്ല. പഠായി പഠനേ ജരൂഹേ. ഈ പഠിത്തം തീർച്ചയായും പഠിക്കണം. ആദിയിൽ പവിത്ര ഗൃഹസ്ഥാശ്രമമായിരുന്നു, അതേപോലെ ഇപ്പോൾ തന്റെ പവിത്ര ഗൃഹസ്ഥാശ്രമമാക്കിയത്. അല്ലെ, ബാബ കഴിഞ്ഞ ഞായറാഴ്ച എന്താ പറഞ്ഞ ദേഹം എന്താണെന്ന് പറഞ്ഞു. അല്ലെ, ബാബ പറഞ്ഞത് അമ്പലമായിട്ട് കരുതണം. അല്ലെ, ഇത് അമ്പലം, വീട്, ആശ്രമമായിട്ട്. ബാബ പവിത്ര ഗൃഹസ്ഥാശ്രമം വീണ്ടും സ്ഥാപിക്കണം. ബലിഹാരി ഏക് ബാബയ്ക്ക് ഉസ്താഹി ഗുണഗാൻ. നമ്മൾ എല്ലാവരും അർപ്പണം ചെയ്യേണ്ടത് ഒരു ബാബയിൽ. അതുകൊണ്ട് നമ്മൾ ആ ഭഗവാന്റെ മഹിമ പാടിയാൽക്കാം.
वरदान। हर खजाने को स्वप्रति और सर्वप्रति कार्य में लगाने वाले അനുഭവി മൂർത്ത് ഭവ. ഓരോ ഖജനാവും തനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും കാര്യത്തിൽ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കും. ജ്ഞാനത്തിന്റെ ഖജനാവുകളാണ്, ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രങ്ങളാണ്, ജ്ഞാനത്തിന്റെ ആയുധങ്ങളാണ് ബാബ നൽകുന്നത്. ബാബ പറഞ്ഞു ഇത് തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ജീവിതത്തിന്റെ ഓരോരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഉപയോഗിച്ച് അനുഭവമുള്ളവരായിട്ട് മാറും. ആയുധം നമ്മള് ഒരു ഇതിൽ വെച്ചിട്ട് വാൾ ഉറയിൽ വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും പഠിക്കും അല്ല, അത് എടുക്കണം, അത് പയറ്റാൻ പഠിക്കണം. അവർ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന പോലെ ശത്രുക്കൾ അടുത്ത് വിട്ടും വീശിയൊക്കെ നോക്കണം എങ്ങനെയുണ്ട്. അപ്പോഴേ നമ്മൾ ആരാവുള്ളൂ, അനുഭവിയായി മാറും. समाने की शक्ति को धारण कर सर्व खजानों से संपन्न बन उन्हें सो के कार्य में अथवा अन्य के सेवा के कार्य में യൂസ് കരും. ബാബ പറഞ്ഞു ഉൾക്കൊള്ളാനുള്ള ശക്തി ഉപയോഗിച്ചു. ജ്ഞാനം ആദ്യം നമ്മളൊന്ന് ഉൾക്കൊള്ളണം. ബാബ പറഞ്ഞു എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അങ്ങ് ഉപയോഗിച്ചത് എല്ലാവരും ഉണ്ടാവും, പക്ഷെ അത് ഉപയോഗിക്കേണ്ട ഒരു പ്രശ്നം വരും. അപ്പൊ ബാബ പറഞ്ഞു ആദ്യം ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജ്ഞാനത്തിന്റെ പോയിന്റുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ബാബ പറഞ്ഞു ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം, അവർക്കും പറഞ്ഞു കൊടുക്കണം കാര്യം. ഖജാനോക്കോ യൂസ് കരണേസെ അനുഭവി മൂർത്തി ബന്ധായി. പറഞ്ഞു ഈ ആയുധം ഉപയോഗിച്ചാലേ അനുഭവി മൂർത്തിയാകും. ജ്ഞാനം ഉപയോഗിച്ചു തോറ്റുപോയി. ഡ്രാമയാന്നൊക്കെ പറഞ്ഞു, ഡ്രാമ കല്യാണകാരിയെന്നും പറഞ്ഞു, കഴിഞ്ഞ കല്പത്തിൽ നടന്നാന്നും പറഞ്ഞു, എല്ലാം എന്റെ കർമ്മത്തിന്റെ കണക്കാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റി. പറഞ്ഞു കുഴപ്പമില്ല, ഉപയോഗിച്ച് നോക്കിയല്ലോ അല്ലെ, ബോക്സിങ്ങിൽ ഇടിയൊക്കെ കിട്ടും, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കും, അപ്പൊ ഒന്നുകൂടി ചെയ്യും. ഉപയോഗിക്കാതിരുന്നാൽ അനുഭവം ഉണ്ടാവില്ല. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ ഉപയോഗിച്ച് അനുഭവി മൂർത്തികളായി മാറണം. സുനന സമാന സമയപ്പർ കാര്യമേം ലഗാന ഇസ് വിധിസെ അനുഭവിക്ക് അതോറിറ്റി ബെൻസം. ആദ്യം കേൾക്കണം, പിന്നെ അത് മനസ്സിൽ ലയിപ്പിക്കണം, എന്നിട്ട് അത് ജീവിതത്തിൽ ഉപയോഗിക്കണം. ഈ വിധിയിലൂടെയാണ് അനുഭവത്തിന്റെ അതോറിറ്റിയായി മാറുന്നത്. जैसे सुनना अच्छा लगता पॉइंट्स बड़ी अच्छी शक्तिशाली है, ऐसे उसे यूज करके शक्तिशाली विजयी बन जाओ तब कहेंगे അനുഭവി മോ. ബാബ പറഞ്ഞു കേൾക്കുമ്പോൾ പറയോ നല്ല പോയിന്റാണ്, ശക്തിശാലി പോയിന്റാന്നൊക്കെ പറയും. ബാബ പറയണം അത് ഉപയോഗിച്ച് സ്വയം ശക്തിശാലിയായി മാറും, അപ്പോഴാണ് പറയുന്നത് അനുഭവി. ദിവസം എത്രയോ പോയിന്റുകളാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് യോഗ്യരാകാൻ ബാബ നൽകുന്നത്. വരദാനം എന്നൊക്കെ പറഞ്ഞാൽ അതിശക്തമായ ആയുധങ്ങളാണ്. അതെല്ലാം കേട്ട് മനനം ചെയ്ത് ജീവിതത്തിൽ കുറേശ്ശെ ഉപയോഗിച്ച് അനുഭവി പൂർത്തിയും ശക്തിശാലിയുമാകും. സ്ലോഗൻ ഗുണവാൻ ഉസേ കഹാ ജാത്ത ജോ ഗ്ലാനി കർണേ വാലോം കോ ഭി ഗുണമാല പഹനാത്തെ. നമ്മളെ നിന്ദിക്കുന്നവരുടെ ഗുണം പറയണം, അവരുടെ കഴുത്തിൽ ഗുണമാല ചാർത്തണം. നമ്മളെ ഒരാൾ വളരെ കുറ്റം പറയും, അവരുടെ ഗുണം പറയണം, അവരാണ് ഗുണം അല്ലെ. ഒത്തിരി പാടാണ്. ഒരാളിപ്പോ നമ്മളോട് വന്നിട്ട് പറയണം അയാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ പൊതുവെ അയാൾ നല്ലൊരു മനുഷ്യനാണെന്നൊന്നും പറയത്തില്ല. അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. ബാബ അങ്ങനെയല്ല, നമ്മളെ നിന്ദിക്കുന്നവരുടെ മഹിമ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ബാബ പറയാണ് നമ്മൾ ഗുണവാനായി എന്ന് നമുക്ക് ഉറപ്പിക്കും. നിന്ദിക്കുന്നവരുടെ മഹിമ പറയണം. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ഒരു ബാബയ്ക്ക് മാത്രമാണ് അപരം അപാര മഹിമയുള്ളത്. ബാബയ്ക്കുള്ളത് പോലെ മഹിമ ആർക്കും തന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ബാബ പറയുന്നു കുട്ടികൾ പഠിത്തത്തിൽ വളരെ ആദരവ് കൊടുക്കണം? എന്തുകൊണ്ടെന്നാൽ കൽപ്പത്തിൽ ഒരു പ്രാവശ്യമാണ് ഭഗവാൻ പരന്താമത്തിൽ നിന്നും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. മനുഷ്യർ പഠിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോകും, അത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര ദൂരെ നിന്നാണ് ബാബ വരുന്നത്. അതുകൊണ്ട് കുട്ടികൾ പഠിത്തത്തിൽ വളരെ ആദരവുള്ളവരാണ്. സ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവർ അതും വകവയ്ക്കേണ്ട, അത് വലിയ കുഴപ്പമില്ല. ഈ സ്കൂള് തെരുവുകൾ തുറക്കണം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പഠിക്കും. ബാബയുടെ പരിചയം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ബാബ നമ്മളെ ദേഹി അഭിമാനിയാക്കുകയാണ്. നമുക്കറിയാം പരമാത്മാവ് സദാ ദേഹി അഭിമാനിയാണ്. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവിന് ദേഹാഭിമാനമില്ല, ഒരു ദേഹത്തിൽ ജനിക്കില്ല, മരിക്കില്ല. ബാക്കി എല്ലാവരും ജനന മരണ ചക്രത്തിൽ കൂടെ കടക്കുമ്പോൾ ദേഹി അഭിമാനികളായിരുന്ന ദേവതകൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ദേഹാഭിമാനികളായി മാറും. പാപകർമ്മങ്ങൾ ചെയ്യും, ഗർഭശിക്ഷകൾ അനുഭവിക്കും, അവസാനം പതിതമാകും. അങ്ങനെ എല്ലാവരും സൃഷ്ടി മൊത്തം പതിതമാവുന്ന സമയത്താണ് പതിത പാവനനായ ഭഗവാൻ വന്ന് ജ്ഞാനത്തിലൂടെ നമ്മൾ ഉയർത്തിയത്. അതിനുവേണ്ടിയും ഭഗവാൻ ദേഹാഭിമാനിയാകില്ല, ഒരു സാധാരണ ശരീരത്തിൽ ഭഗവാൻ ദിവ്യപ്രവേശം ചെയ്യും. അതാണ് ബ്രഹ്മാവ് അതിനെ കാളയൊക്കെ ആയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിലാണ് ബാബ പറയാണ് ഞാൻ കാളയിൽ സഞ്ചരിക്കാറ്. എന്നിട്ട് ബാബ നമ്മളോട് എന്താ പറയുന്നത്? ഇന്നെല്ലാവരും ഒരു സന്യാസി എന്നൊക്കെ പറയുമ്പോൾ ശരീരമാണ് മനസ്സിൽ വരുന്നത്. ലതാ മങ്കേഷ്കർ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ശരീരമാണ്.
അതിനകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവിനാണ് മഹിമ. ആത്മാവാണ് കർമ്മം ചെയ്തത്. അതൊന്നും ഇക്കാലത്ത് ആർക്കും അറിയാൻ പാടില്ല. എല്ലാവരും നാമരൂപങ്ങളിൽ പെട്ട് കിടക്കാണ്. പക്ഷെ ബാബ നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ ആത്മാഭിമാനികളായി മാറണം. നമ്മൾ ഒരേ ഒരു ബാബയുടെ മഹിമ തന്നെ പാടാവൂ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരെയും പദ്ധതിയിൽ നിന്ന് പാവനമാക്കി ഉയർത്തിയെടുത്തത് ബാബ. ക്രിസ്തു ബുദ്ധൻ അവരുടെ ഫസ്റ്റ് ബർത്തിൽ അവരുടെ പാർട്ടാണ് കാണിച്ചത്. പക്ഷെ അവരും പുനർജന്മങ്ങളെടുത്ത് കർമ്മത്തിന്റെ ഇതിൽപ്പെട്ട് തമോപ്രധാനമാകും. അങ്ങനെ എല്ലാവരും തമോപ്രധാനമാകുമ്പോഴാണ് യഥാഹി എല്ലാം ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചപ്പോൾ ബാബ വന്ന് നമ്മൾ ഉയർത്തിയെടുക്കും. അങ്ങനെ ബാബ വരുമ്പോൾ നമുക്ക് 84 ജന്മങ്ങളുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും, മൂലവചനം, സൂക്ഷ്മവചനം, സ്ഥൂലവചനം, ഈ ത്രിലോകത്തെ കുറിച്ചും പറഞ്ഞത് ബാബ പറയാണ്. 84 ജന്മങ്ങളിൽ കൂടി നമ്മൾ എങ്ങനെ കറങ്ങി. പകുതി പകലായിരുന്നു, പകുതി രാത്രിയായിരുന്നു. ബാബ പറഞ്ഞു രാത്രിയുടെ അവസാനം സംഗമത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഞാൻ വരും. 84 ലക്ഷം ജന്മങ്ങളില്ല, എല്ലാവരും 84 ജന്മം എടുക്കുകയില്ല. ബാബ പറഞ്ഞു ദ്വാപരത്തിന് ശേഷം വന്ന് ഇസ്ലാം ക്രൈസ്തവ ധർമ്മത്തിൽപ്പെട്ടവര് അത്രയും ജന്മങ്ങളൊന്നും എടുക്കില്ല. ഈ രഹസ്യങ്ങളെല്ലാം ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ട് പറയാണ്, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിന്റെ സംഗമ യുഗേ രാജയോഗം പഠിപ്പിക്കാൻ വരും. എല്ലാവരെയും ശ്രേഷ്ഠരാക്കി ഞാൻ മാറ്റിയെടുക്കും. എല്ലാവരെയും ബാബ പറയണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഏത് ധർമ്മസ്ഥാപകരും മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാബ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരേ ഒരു ബാബ മാത്രമാണ്. അതുകൊണ്ട് ബാബയുടെ പാട്ടിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് ബാബയുടെ മഹിമ പറയുന്നത്. ആ മഹിമ എന്തിനാ പറയുന്നത്? നമ്മൾ സ്വ അഭിമാനം ഉള്ളവരായിട്ട് മാറണം. അങ്ങനെ നമ്മൾ ശ്രേഷ്ഠരാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അപ്പൊ ഇത്രയും ഉയർന്ന പഠിത്തമാണെന്ന് മനസ്സിലാക്കി ഈ പഠിത്തത്തോട് നമ്മൾ വളരെ ആദരവുള്ളവരാണ്. ഈ പഠിപ്പിക്കുന്ന ആളോടും ആദരവുണ്ടായിരിക്കണം. പിന്നെ വരദാനത്തിൽ ബാബ എന്ത് പറഞ്ഞു? ഈ പോയിന്റുകൾ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗിച്ച് നമ്മൾ അനുഭവമൂർത്തിയായി മാറണം. ഏറ്റവും വലിയ അവസ്ഥ എന്താന്ന്? ബാബ നമ്മളെ കുറ്റം പറയുകയും നമ്മളെ നിന്ദിക്കുകയും. ഞായറാഴ്ചത്തെ വാണിയിൽ ബാബ എന്ത് പറഞ്ഞു? ജരാസന്ധനും കംസനും പോലുള്ളവരുടെയും അവർക്കും ദയാഭാവം, അവരോടും ദയാഭാവമായിരിക്കണം, വെറുപ്പുണ്ടാകരുത്. അവരാണ് യഥാർത്ഥത്തിൽ ഗുണം. അവരാണ് ബാബ പറഞ്ഞ 16 കലാസമ്പന്നരും സർവഗുണ സമ്പന്നരുമാകും. ആ ദേവതകളുടെ മഹിമ ഇതുവരെ പാടിയെങ്കിൽ ബാബ പറഞ്ഞു ഇപ്പോൾ ബാബ എന്തിനാ പഠിപ്പിക്കുന്നത്? ദേവതയായി മാറണം. മഹിമ പാടാനല്ല പഠിപ്പിക്കുന്നത്, മഹിമയ്ക്ക് നമ്മൾ യോഗ്യരായി മാറണം. അതിനുവേണ്ടി ബാബ പറയാണ് നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയും നീ എന്നെ തേടി വന്നു നിൻ സ്നേഹമേകുവാൻ, പാലനകൾ നൽകുവാൻ, ലാളനകൾ നൽകുവാൻ, എൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു. നിൻ സ്നേഹമോർത്തിടുമ്പോൾ മിഴികൾ നിറയുമെന്നും, ആ സ്നേഹമുള്ള നോട്ടം ഹൃദയം കവരുമെന്നും, കാലിടറും നേരമെന്നെ, കാലിടറും നേരമെന്നെ വീഴാതെ നോക്കിയും, പാലനകൾ നൽകിയും, ലാളനകൾ നൽകിയും നീ സ്നേഹമേകിടും. നീ എന്നെ തേടി വന്നു.
കാലങ്ങളായി നമ്മൾ അകലെയായിരുന്നു. ഞാനിങ്ങു ദൂരെ ഭൂവിൽ പ്രിയനെ കാത്തിരുന്നു. സാഗരമാം നീ വരുമ്പോൾ, സാഗരമാം നീ വരുമ്പോൾ നദിയായി ചേർന്നിടാം. പാലനകൾ നേടുവാൻ, ലാളനകൾ നേടുവാൻ, നിൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു. ഒടുവിൽ നീയറിഞ്ഞു, കനിവാർന്ന മനമലിഞ്ഞു. ആനന്ദ സിന്ധുവാം നീ അറിവായുലകിൽ വന്നു. നീ തോഴനാക്കി എന്നെ, നീ തോഴനാക്കി എന്നെ, നിൻ സ്നേഹമേകുവാൻ, പാലനകൾ നൽകുവാൻ, ലാളനകൾ നൽകുവാൻ, എൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു. നീ എന്നെ തേടി വന്നു, നിൻ സ്നേഹമേകുവാൻ, പാലനകൾ നൽകുവാൻ, ലാളനകൾ നൽകുവാൻ, എൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു.